വിശുദ്ധ ബൈബിളിൽ നിന്നൊരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുക. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്കൊന്ന് വരാം. 15-ാമത്തെ അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ ഒരാൾക്ക് വേഗത്തിലൊന്ന് വായിക്കാം. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എന്ന് പറയും. മതി. അങ്ങനെ തന്നെ മതി. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നൊരു രാത്രി ഈ നൽകിയ ദൈവവചനം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ വ്യതിയാനം വരുത്തട്ടെ. പരിശുദ്ധാത്മാവൻ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. ആമേൻ. അധിക സമയം നമ്മുടെ മുമ്പിലില്ല. എത്ര സമയം ഈ പ്രസംഗം നിർത്തേണ്ട സമയം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ പ്രസംഗം തീരുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. പരിശുദ്ധാത്മാവ് നിർത്തും, എല്ലാം സ്വന്തമായിട്ട് ഉചിതമായിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് കൈമാറാനുള്ളത് അതിനകത്തെ കൈമാറുക തന്നെ ചെയ്യും. ലൂക്കോസ് 15-ാം അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു അധ്യായമാണ് അല്ലേ? ലൂക്കോസ് 15-ാം അധ്യായം 3 സംഭവങ്ങൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. എന്നെ ആമേൻ ചിന്തിപ്പിച്ച ഒരു ഭാഗവും 3 ഭാഗവും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഇവിടത്തേക്ക് കർത്താവ് നൽകിയ ഭാഗം എന്ന് പറയുന്നത് ആമേൻ 2ൻ്റെയും ഇടയിലെ ഈ ഒരു ഭാഗമാണ്. ആമേൻ. ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു ആട്ടിടയന് 100 ആടുണ്ടായിരുന്നു അല്ലേ? അറിയാമല്ലോ ആ ഭാഗം. ഒരു ഇടയൻ എത്ര ആടുണ്ടായിരുന്നു? 100 ആടുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. 100 ആടും വെച്ച് പുള്ളി ഇങ്ങനെ കുറച്ച് ദിവസമായി നടക്കുക. പക്ഷെ ഒരു ദിവസം വൈകുന്നേരം പുള്ളി ആടുകളെല്ലാം കൂട്ടിക്കയറ്റുമ്പോൾ പുള്ളിക്ക് ഒരു കാര്യം പിടികിട്ടി, 99 ഉള്ളൂ. എത്രയേ ഉള്ളൂ? പുള്ളി അന്നേരം വിചാരിച്ചു എണ്ണം തെറ്റിദ്ധരിക്കും. ഒന്നുകൂടെ വലിച്ച് പുറത്തിറക്കിയിട്ട് ഒന്നുകൂടെ കയറ്റി. പിന്നെയും മനസ്സിലായി 99 ഉള്ളൂ അല്ലേ? ചിലരുടെയൊക്കെ എണ്ണത്തിനൊന്നും വലിയ തിട്ടം വരികയില്ല. 2-3 പ്രാവശ്യമൊക്കെ എണ്ണുന്ന പലരും ഇതിനകത്തുണ്ട്. നിങ്ങളെ മുഖം കാണുമ്പോഴെനിക്കറിയാം. അടക്കി പിടിച്ചൊരു ചിരി. ഒന്നുകൂടെ സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. അവൻ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം നമ്മൾ 10 പ്രാവശ്യം എണ്ണിയാലും ശരിയാകത്തില്ല. 1000 രൂപയുടെ 10 നോട്ട് 10 പ്രാവശ്യം എണ്ണുമ്പോൾ അത് 10 തരത്തിൽ വായിക്കമൻ പറയുന്നവരുണ്ട്. ചിലപ്പോൾ പറയും 900 ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ പറയും 1100 ഉണ്ട്, ഇച്ചിരി കഴിയുമ്പോൾ പറയും 800 ആണെന്ന് തോന്നുന്നു. സത്യം പറയുമല്ലോ, 10 പ്രാവശ്യം എണ്ണി തിട്ടപ്പെടുത്തുന്ന പലരുണ്ട്. ഈ പുള്ളിക്കാരൻ എന്തോ എണ്ണം ഒരു ദിവസം അങ്ങ് തെറ്റിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചിന്തിച്ചോ എണ്ണത്തിൽ തെറ്റിയതാണോ? 1, 2, 3 വട്ടം എണ്ണിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി 100-ൽ 1 കാണാനില്ല. ആമേൻ. 100-ൽ 1 കാണാനില്ല. ശ്രദ്ധിക്കണം. ആമേൻ. പുള്ളിക്കാരൻ എന്നാ ചെയ്തു? നമ്മളാണെങ്കിൽ എന്നാ ചെയ്യും? 99 ഉണ്ടല്ലോ, ഈ 1 അങ്ങ് പോട്ടെ. ഇന്ന് രാത്രി പുള്ളി അങ്ങനെ കരുതിയില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദേശത്തോട് നൽകുന്നൊരു സന്ദേശമുണ്ട്. ആമേൻ. പോയതിനെ വിട്ടുകളയാനല്ല, നഷ്ടത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു ഇടയനെയാണ് ഈ 15-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് കാണുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലരോട് ഇന്ന് രാത്രി സ്വർഗം ദൂതായി പറയുന്നു. ആമേൻ. നഷ്ടപ്പെട്ട ചിലതിന് എണ്ണത്തിൽ ചേർക്കാൻ ഇന്ന് രാത്രി സ്വർഗം ചിലതിന് എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാകട്ടെ. ഖമാൻ. വിശ്വസിക്കുന്നവരോട് ആത്മാവ് ഇടപെടുകയാ. ഈ 2023-ൽ ചിലതിനെ എണ്ണത്തിൽ ചേർക്കാൻ ഖമാൻ സ്വർഗം ചിലതിൻ്റെ മേൽ ഒരു അതോറിറ്റി കൈമാറുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി ടു ജീസസ്. ആമേൻ. ഒന്നാമത് ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ഇടയൻ തൻ്റെ നഷ്ടത്തെ നികത്താൻ തീരുമാനിക്കുകയാണ്. ചില നഷ്ടങ്ങൾ നികന്നു വരണമെങ്കിൽ ഹൃദയത്തിനകത്തൊരു ഉറപ്പ് വേണം. ഞാൻ ഇറങ്ങും, എനിക്ക് ആ നഷ്ടം നികത്തണം. ആമേൻ. ഈ ശുശ്രൂഷയെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു വ്യക്തി രക്ഷപ്പെടണം, ഒരു കുടുംബം രക്ഷപ്പെടണം. ഈ കുറ്റിച്ചൽ ദേശത്തും ഈ മീറ്റിംഗ് ഇതിനകത്ത് വയ്ക്കുമ്പോൾ ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, വിതച്ച വിത്തൊന്നും പാഴാകത്തില്ല. ഒന്നെങ്കിലും എവിടെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ മുളയ്ക്കുന്നത് മാത്രമല്ല, ദൈവരാജ്യത്തിനകത്ത് അത് കൂട്ടത്തിൽ ചേരുന്ന ചില അനുഭവങ്ങൾ
എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? ആമേൻ. നഷ്ടങ്ങൾ നികന്നു വരുന്ന രാത്രിയാണിത്. നഷ്ടങ്ങൾ തിരികെ പിടിക്കുന്ന രാത്രിയാണിത്. ചില നഷ്ടങ്ങൾ നിന്റെ കയ്യിൽ വരുന്ന രാത്രി. ആമേൻ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ആമേൻ, ആമേൻ, ആമേൻ. വാസ്തവമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ഈ ആട്ടിടൻ എന്നാ ചെയ്ത് 99 വിട്ടെന്നല്ല, പുള്ളി സേഫായിട്ട് നിർത്തിയേച്ച് പറഞ്ഞു ഞാനിതാ വരുന്നു, അതുവരെ നിങ്ങൾ ഇവിടെ ഇരുന്നോണം. പുള്ളിക്കാരൻ ചെന്ന തൻ്റെ ആട് എവിടെ പോയതെന്ന് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന ഈ 100ന്റെ കൂടെ ചേർക്കുമ്പോൾ ഉള്ളിലുണ്ടായൊരു സന്തോഷമുണ്ട്. ഇന്നു രാത്രിൻ്റെ സംഘാടകരുടെ സന്തോഷം അതാ. നഷ്ടപ്പെട്ട ചിലത് ഒന്നാണെങ്കിൽ ഒന്ന്, ചിലതകത്തോട്ട് കയറുമ്പോൾ ഉളവാകുന്ന ഒരു സന്തോഷമുണ്ട്. ഈ രാത്രി നമ്മുടെ സന്തോഷം ഇതാണെങ്കിൽ അജയ സ്വർഗത്തിന്റെ സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിയിട്ടൊരു ഹല്ലേലൂയ പറ. വാവ്. നിങ്ങളുടെ ചിലരുടെ ഇരിപ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു നഷ്ടവും ഇല്ല പാസ്റ്റർ, എല്ലാം ലാഭമാണ്. ആമേൻ. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ, ഇത് ദൈവരാജ്യത്തിൻ്റെ കാര്യമാണ്. ഉണ്ടോ എൻ്റെ കൂടെ? ആമേൻ. ബിസിനസ്സിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവരാജ്യത്തിൻ്റെ കാര്യമാണ്. ഇന്ന് രാത്രി അതിനകത്ത് ചിലതൊക്കെ കൂടിച്ചേരേണ്ട സമയമായി, ചിലതൊക്കെ കൂടി വരേണ്ട സമയമായി, എണ്ണം വർദ്ധിക്കേണ്ട സമയമായി, ചിലതൊക്കെ വർധനവിൻ്റെ സീസണിലേക്ക് മാറാൻ പോവുക. ഇന്ന് രാത്രി ചുരുങ്ങിയ ചില കൂട്ടങ്ങളെ അവൻ വലിയ കൂട്ടങ്ങളാക്കി സ്വർഗം അതിനെ വർദ്ധിപ്പിക്കാൻ ഈ മീറ്റിങ്ങിന് കാരണമായി മാറട്ടെ. വൈഡൽ കമനഘടക ശന്തൽ പ്രൗഢിപിരിഘടകസി. ഒന്ന്, ഒരാട് നഷ്ടപ്പെട്ടു, പുള്ളി എന്ന് തിരിച്ചു പിടിക്കുക. ഇനി രണ്ടാമത്തെ നഷ്ടമാണ് ഞാൻ വായിച്ചത്. ഇനി മൂന്നാമതൊരു നഷ്ടം കൂടെ 15-ാം അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട്. അതേത് നഷ്ടമാണ്? ആ നഷ്ടം ഒരു വീട്ടിലെ അപ്പൻ്റെ നഷ്ടമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു വീട്ടിലെ അപ്പൻ്റെ നഷ്ടം. എന്നാ അപ്പൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ, ആമേൻ, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും അറിയാം, പേരൊന്നും അറിയത്തില്ല. പിന്നെ അറിഞ്ഞിടാത്തോണ്ട് നമ്മളൊരു പേരിട്ടു. എന്നാ പേര്? അത് തന്നെ, മുടിയനായ പുത്രൻ. ആമേൻ. മറ്റേ പുള്ളിക്കാരൻ്റെ പേര് നമുക്കറിയില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ആമേൻ. അപ്പോൾ അറിഞ്ഞുകൂടാത്തോണ്ടൊരു നമുക്ക് പേരിട്ടില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട പേര് വിളിക്കും അല്ലേ? ചക്കരയെന്നോ മുത്തയെന്നോ എന്തോന്നൊക്കെ വിളിക്കും. ആമേൻ. ഞാൻ ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ ഈ അറിഞ്ഞുകൂടാത്തോണ്ട് പുള്ളിക്കാരനൊരു പേരിട്ട് മുടിയനായ പുത്രൻ. ആമേൻ. നമ്മൾ വിളിക്കുന്ന പേരാ. അപ്പോൾ ഏതായാലും ഈ അപ്പൻ്റെ 2 മക്കൾ ഇളയവനോട് ചോദിച്ചു. ഇളയവൻ ഒരു ദിവസം അപ്പനോട് ചോദിച്ചു, അപ്പാ എനിക്ക് പ്രായപൂർത്തിയൊക്കെ ആയി, ഒരു കാര്യം ചെയ്യണം, എനിക്ക് വസ്തുവകയിൽ കിട്ടാനുള്ളതൊക്കെ എന്ത് ചെയ്യണം, എനിക്കിങ്ങോട്ട് തരണം. ഹല്ലേലൂയ. ആമേൻ. സത്യം പറയാലോ, അപ്പൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ആർക്കാ? ഓ, നിങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പൻ ഉണ്ടാക്കി വെച്ചതൊക്കെ അപ്പൻ വിറ്റിട്ട് പോകാനാണോ? മക്കളുണ്ടെങ്കിൽ പറ, മക്കൾക്കുള്ളതാ അല്ലേ? അപ്പൻ ഉണ്ടാക്കിയത് ആർക്കുള്ളതാ? മക്കൾക്കുള്ളതാ. എന്തോ മൂത്തവന് കിട്ടാത്ത വെളിപ്പാട് ഇളയവന് പെട്ടെന്ന് കിട്ടി. പുള്ളിക്കാരൻ പെട്ടെന്ന് അപ്പനോട് ചോദിച്ചു, അപ്പാ മൂത്തവനോട് ഇരിക്കട്ടെ, എനിക്കുള്ളതാന്ന് എനിക്കറിയാം, ഉള്ളത് ഇനി തരണം. ചിലർക്ക് വെളിപ്പാടൊക്കെ നേരത്തെ കിട്ടും. അത് ഈ ഭൗതിക കാര്യങ്ങളിൽ മാത്രം ആകരുത്. ഒരു സ്വത്രം കൂടെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ശരിയാവുന്നില്ലെന്നാ തോന്നുന്നേ. ആമേൻ. ചിലർക്ക് ഭൗതിക കാര്യം മാത്രമേ ഉള്ളൂ വെളിപ്പാട്. ആമേൻ. ചില ആത്മീയ കാര്യങ്ങളിലെ വെളിപ്പാടുകൾ പ്രാപിക്കണം കേട്ടോ. അപ്പൻ ഇന്ന് മേടിക്കാനുള്ള സമയമായെന്നും പ്രായമായെന്നും പറഞ്ഞ് അങ്ങോട്ട് കീറുക മാത്രമല്ല വെളിപ്പാട്. ഇന്നൊരു രാത്രി സ്വർഗത്തിലൊരപ്പനുണ്ട്. അപ്പൻ്റെ ഹിതം കൂടെ മനസ്സിലാക്കുന്ന ചില റെവലേഷനുകൾ ഇന്നൊരു രാത്രി ദൈവജനത്തിന് മേൽ ചലിക്കണം കേട്ടോ. ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ ഇന്നൊരു രാത്രി നിന്നിൽ വെളിപ്പെടാൻ സമയമായി. പരിശുദ്ധാത്മാവ് ശക്തമായി ഈ രാത്രി കൈമാറുകയാണ്. ആത്മമണ്ഡലങ്ങളെ തുറക്കുന്ന ദൈവ സാന്നിധ്യം ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിക്കപ്പെടുകയാ. ഖമാൻ റീബാലാബ ഷെഖേനിയ റഗൽ ഖമനഗഡഗസി. ആമേൻ. ഹല്ലേലൂയ. അപ്പൻ്റെ ഇളയ മോൻ പറഞ്ഞു, എനിക്ക് ഞാൻ ആ ഭാഗം ഇങ്ങനെ വിവരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയണം, മൂത്തോ ഭയങ്കര കൃഷിക്കാരനാണ്. അപ്പം ഇളയവന് കൃഷി ഇഷ്ടമില്ല. ഇന്നത്തെ തലമുറ ഈ ഇളയവ തലമുറയുടെ കൂട്ടാ. ആർക്കും കൃഷി ഇഷ്ടമില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പം എല്ലാം ഡിജിറ്റൽ മണിയാണ്. ഒന്നേ ഷെയർ മാർക്കറ്റ്, ഇങ്ങനെയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ട് പലരും വച്ചിട്ടുണ്ട്. എന്തിന്? അവസാനം കിട്ടാത്ത കാശിന് വേണ്ടി ഒന്നും പറയണ്ട, കോടിക്കണക്കിന് രൂപ കടബാധ്യതയൊക്കെ പോയിട്ട് ആത്മഹത്യ ചെയ്ത് ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ട് ഡിജിറ്റലിലേക്കൊന്നും കയറണ്ട, കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നന്നായി ജീവിക്കുന്നേ. ഹല്ലേലൂയ.
അല്ലേ? ഈ ഇളയവും പറഞ്ഞു, അപ്പാ എനിക്കിങ്ങനെ ആടും മേച്ചും കന്നുകാലി മേച്ചും പിന്നെ കൃഷി ചെയ്തും തെങ്ങുംപുരയുടെ നോക്കിയും റബ്ബർ ഷീറ്റ് എടുത്തും വയ്ക്കാൻ എനിക്ക് പറ്റത്തൊന്നുമില്ല. ഇതിനെങ്ങനെ തന്ന ഞാൻ ഇച്ചിരി ദുബായ് വരെ ഒന്ന് പോയിട്ട് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം. പുള്ളി എല്ലാം കൂടെ എന്ത് ചെയ്തു? വിറ്റുപറക്കി അപ്പനങ്ങ് കൊടുത്തു. ആമേൻ. മക്കളല്ലേ, കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. മുട്ടിപ്പായി പിടിച്ചു കഴിഞ്ഞാൽ അപ്പം കൊടുക്കുമെന്നത് ഉറപ്പാ. മുട്ടയെ നിന്ന് നോക്ക്, ചിലത് കർത്താവ് നിനക്ക് തന്നിരിക്കും. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ആമേൻ. അപ്പൻ തരുവെന്നത് ഉറപ്പാ. ഈ ഇളയവൻ എന്ത് ചെയ്തു? മുട്ടുപ്പിടി പിടിച്ചു. ചേട്ടന് കിട്ടാത്തത് ആർക്ക് കിട്ടി? ഇളയവന് കിട്ടി. ഇളയവൻ എന്ത് എല്ലാം കൂടെ വിറ്റ് ഡിജിറ്റലാക്കി. പുള്ളിക്കാരൻ എയർ ബാഗിൽ എടുത്തിട്ട് ഇതിനെക്കൊണ്ട് പുള്ളി ഒരു യാത്ര തിരികെ. അപ്പൻ അപ്പളെ പറഞ്ഞു, മക്കളെ പോവല്ലേടാ, അവൻ പെയ്യ ശരിയാകത്തില്ല. എന്നാൽ ഈ മോൻ പറഞ്ഞത് എന്നാ? അവൻ അപ്പൻ അറിയത്തില്ല, ഇപ്പോഴത്തെ സംഗതിയൊക്കെ വേറെയാ. അപ്പൻ അറിയത്തില്ല. അപ്പനെ ആടും മേച്ച് കന്നുകാലിയും മേച്ച് അവൻ റബ്ബർ ഷീറ്റും അടിച്ച് ഇതൊക്കെ ചെയ്യാനല്ലേ അപ്പൻ അറിയത്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ തലമുറ കാണുന്നത് പുതിയ സമ്പ്രദായമാ. ഈ പുള്ളിക്കാരൻ പോയി, ഞാനൊരു കാര്യം ദൂതായിട്ട് ഇവിടെ പറയുവാണ്, ചില പുതിയതിനകത്തൊന്നും ചെന്ന് വീണു പോകരുത്, ഉള്ളതും കൂടെ അങ്ങ് പോവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നഷ്ടപ്പെട്ട ഒരുപാട് എണ്ണത്തിന് എനിക്കറിയാം. എന്നാൽ ഇന്നൊരു രാത്രി കഷ്ടപ്പെട്ടായാലും കുഴപ്പമില്ല, ഉള്ളത് തമ്പുരാൻ തന്നതാന്ന് പറഞ്ഞ് അനുഗ്രഹത്തോടെ അനുഭവിക്കുന്ന പലരും ഇന്നും ദേശത്തെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ഞാൻ അവർക്കായി സ്തോത്രം ചെയ്യുവാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? എല്ലാം വിട്ട് പുള്ളി ഓടുകയാ. ഓടി ദൂരദേശത്ത് പോയി. ദൂരദേശത്ത് പോയപ്പോ ഇതുവരെ കാണാത്ത പലരും പുള്ളിയുടെ കൂടെ കൂടിയിട്ട് എന്നാ സംഭവിച്ചേ? പുള്ളിയുടെ കാശുണ്ടായിരുന്ന സമയത്ത് മൊത്തം ആൾക്കാർ കൂടുണ്ട്. ആമേൻ. കാശ് പോയപ്പോൾ കൂട്ടുകാരെല്ലാം പോയി. അതിപ്പോ അവിടെ മാത്രമല്ല, കുറ്റിച്ചലും അങ്ങനെയാണ്. ഒരു സ്വത്രം കൂടെ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചത് ഈ പുള്ളിയുടെ വീട്ടിൽ വേണ്ട കുഴപ്പം ഈ പുള്ളിക്ക് മാത്രമേ കുഴപ്പം ഇല്ലെന്നേ. കുറ്റിച്ചലും അങ്ങനെ തന്നെ എന്നാണ് എൻ്റെ ചെറിയ വിശ്വാസം. ഞാനും തിരുവനന്തപുരംകാരനാ. എവിടെന്ന് പറഞ്ഞ് കാഞ്ഞിര. അയ്യോ, നമ്മളൊക്കെ ഡിസ്റ്റൻസ് അടുത്ത ആൾക്കാരാ. ആ സ്ഥലം കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കുറേ ഭൂതങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവിടുത്തെ. ഒരു കരങ്ങളോട് ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഞാനിങ്ങോട്ട് വരട്ടെ. ആമേൻ. സത്യം പറയാലോ, ഈ പുള്ളിക്കാരന് കാശുണ്ടെന്നറിഞ്ഞപ്പോൾ കൂട്ടുകാർ കൂടി. ആ ബാഗിൻ്റെയും പേഴ്സിൻ്റെയും കനം കുറഞ്ഞപ്പോൾ കൂട്ടുകാർ കുറഞ്ഞു. സത്യം പറയാമല്ലോ, നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കാശില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്ന കൂട്ടുകാരനും വലിഞ്ഞു. പിറ്റേന്ന് രാവിലെ പുള്ളി നോക്കി ആരും വരുന്നില്ല. പുള്ളിക്കാരൻ ചിന്തിച്ചു, എന്നാ ചെയ്യാനാ? അവസാനം പുള്ളി എടുത്ത പണി എന്നാന്നറിയാമോ? പന്നി മേയ്ക്കാൻ പോയി. എവിടെ പോയി? അപ്പൻ്റെ വീട്ടിൽ നിന്ന് നല്ല നിലയിൽ കഴിഞ്ഞ മോനാ. അപ്പൻ്റെ വീട് വിട്ടപ്പോൾ പുള്ളി എവിടെ പോയി? പന്നി മേയ്ക്കാൻ പോവുക. പുള്ളിയുടെ ഭക്ഷണം എന്നാ? ഇഡലിയൊന്നും കിട്ടിയില്ല. പന്നി തിന്നുന്ന വാളവര കൊണ്ട് എന്ത് ചെയ്തു? പുള്ളി വയർ നിറയ്ക്കാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ, പക്ഷെ കൊടുത്തില്ല. കഴുത്തിന് കുത്തിപ്പിടിച്ച് പന്നിയുടെ യജമാനൻ തന്നെ ചവിട്ടി വെളിയിലാക്കി കളഞ്ഞു. സത്യം പറയാം, അപ്പൻ്റെ വീട് വിട്ട പ്രശ്നമാണേ. എൻ്റെ പ്രസംഗ വിഷയം അതല്ല, ഇത് കയറി വന്നുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൻ്റെ വീട്ടിൽ നിന്നാൽ നിനക്കൊന്നിനും കുറവില്ല. അപ്പൻ്റെ ഭവനം വിട്ട പലതും നഷ്ടപ്പെട്ടെന്നിരിക്കുക. ഇന്നു രാത്രി കർത്താവിൻ്റെ ഭവനത്തോട് ചേർന്ന് നിൽക്കുന്നവരോട് ഇന്നു രാത്രി ഞാനൊരു ദൂതായി പറയുക, കുറവ് വരികയില്ല. ആമേൻ. കുറവുണ്ടാകത്തില്ല. എപ്പോഴാണോ അപ്പൻ്റെ ഭവനത്തെ വിടുന്നത്, ആമേൻ, അന്നേരം ചില മുട്ട നിനക്ക് വന്നു തുടങ്ങും. ആമേൻ. ഏതായാലും ഇനി വീട്ടിലേക്ക് പോവാം. ഏത് വീട്ടിലേക്ക്? ഈ കൊച്ചൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക്. അപ്പനോട് ചോദിരെ, അപ്പാ അവൻ ഇനി വന്നാ അപ്പൻ വീട്ടിൽ കയറ്റുമോ? ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരെ പോലെയൊന്നും അല്ല കേട്ടോ. ആ പുള്ളി പറയും, ഞാൻ വെയിറ്റ് ചെയ്യുക. എന്തിന്? അവൻ വരാൻ. ഓ, നഷ്ടപ്പെട്ടവൻ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയോടെ അപ്പം വീട്ടിൽ കാത്തിരിക്കുക. ആ കാത്തിരിപ്പിനൊരു ഫലമുണ്ടായി. നഷ്ടപ്പെട്ടവൻ തിരിച്ചു മടങ്ങി വന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, അവൻ അപ്പൻ്റെ ഇളയ മക്കളിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അപ്പൻ കാത്തിരുന്ന് അതിനെ തിരിച്ചു പിടിച്ച അനുഭവം മൂന്നാമത്തെ അനുഭവം. രണ്ടാമത്തെ അനുഭവം നമ്മൾ വായിച്ചേ. ആമേൻ. രണ്ടാമത്തെ അനുഭവം നമ്മൾ വായിച്ചേ. എന്നാ വായിച്ചേ? ഒരു സ്ത്രീക്ക് 10 ദിരഹ്മ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഇനി വിഷയത്തിലേക്ക് ഒന്ന് കയറാം. ഒരു സ്ത്രീക്ക് എത്ര ദിരഹ്മ ഉണ്ടായിരുന്നു? 10 ദിരഹ്മ ഉണ്ടായിരുന്നു. ഈ 10 ദിരഹ്മയിൽ ഒന്ന് കാണാതെ പോയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നാ അറിയത്തില്ല, ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ആദ്യത്തേത് ഒരു പുരുഷനാ, ശരിയല്ലേ?
ആട്ടിടയൻ എന്ന് പറയുന്നത് ആരാ? ഒരു പുരുഷനാ. മൂന്നാമത്തേതും ആരാ? ഒരു പുരുഷനാ, ഒരപ്പനാ. പക്ഷെ ഇടയിലെ വിഷയം പുരുഷനല്ല, ഒരു സ്ത്രീയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് മനസ്സിലാകുന്നുണ്ട്? എന്തോ ബിന്ദു സിസ്റ്ററെ, കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് ഇനിയും. ആമേൻ. മുന്നും പിന്നും രണ്ട് പുരുഷന്മാര് നഷ്ടങ്ങളെ തിരിച്ചു പിടിച്ചപ്പോൾ സഹോദരിമാര് വിചാരിക്കുക ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. പറ്റുമെന്ന് ലൂക്കോസ് 15:8 തമ്പുരാൻ വിളിച്ചു പറയുക. ഇന്ന് രാത്രി ഈ ദേശത്തോട് എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ നിങ്ങൾ തല ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ചിലത് പറ്റുമെന്ന് ഇന്ന് രാത്രി സ്വർഗം വിളിച്ചു പറയുകയാ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ഉറങ്ങിയോ നിങ്ങൾ ആരെങ്കിലും? നിങ്ങൾ കൈയൊക്കെ ഞാൻ കണ്ടു, ഉറങ്ങിയില്ലെന്ന് വിശ്വസിക്കുന്നു. നല്ല വെട്ടമുണ്ട്, എനിക്ക് നല്ല കാഴ്ചശക്തിയൊക്കെ ഉണ്ട്, പേടിക്കരുത്. നിങ്ങൾ ഉറങ്ങിയാലും ഞാൻ കാണുകയില്ല. ആമേൻ. കരങ്ങളെ ഉയർത്തിയിട്ട് ഹല്ലേലൂയ പറ. ബ്രദറെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഒന്ന് ഗ്ലോറി ജീസസ്. ഡോൺ ബ്രദറിനെ എനിക്ക് നന്നായിട്ട് അറിയാതുകൊണ്ട് നല്ലൊരു പ്ലെയർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശരത് പാസ്റ്ററെ, ആമേൻ. എല്ലാവരെയും അറിയാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ തിരുവനന്തപുരംകാരനല്ലേ? ആമേൻ. കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടുന്ന തലമുറകൾക്കായി സ്തോത്രം ചെയ്യുക. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നോക്കിയിട്ട് തമ്പുരാൻ പറയുക. ആദ്യത്തേതും അവസാനത്തേതും ആമേൻ പുരുഷന്മാരെ വെച്ച് തമ്പുരാൻ ഉപമ പറയുമ്പോൾ ഇടയ്ക്ക് കയറി കർത്താവ് പറയുക, സഹോദരിമാരെ വെറുതെ വിടാൻ പറ്റത്തില്ല. സഹോദരിമാർക്ക് വിചാരിച്ചാലും ചിലത് നടക്കുമെന്ന് കർത്താവ് ദേശത്തോട് പറയുക. ഇന്നൊരു രാത്രി ഈ കൺവെൻഷൻ്റെ പിറകിലും ചിലതിനെ നോക്കി കർത്താവ് പറയുന്നു, ആമേൻ. അങ്ങനെ വിചാരിച്ചാൽ, ആമേൻ, അങ്ങനെ വിചാരിച്ചാൽ, അങ്ങനെ വിചാരിക്കുന്നവരോട് സ്വർഗം പറയുക, നിങ്ങൾ വിചാരിച്ചാലും ചിലത് ചെയ്യുവാൻ ദൈവത്തിന് കരുത്തുണ്ട്. ഹല്ലേലൂയ. വാസ്തവമായിട്ട് ഞാൻ പറയാം, ഈ അമ്മയെക്കുറിച്ച് പറയുന്നു. അമ്മയ്ക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, അല്ലേ? എത്ര ദ്രഹ്മയുണ്ട്? ഒരു ദ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? ജസ്റ്റ് എൻ്റെ ഭൗതികമായ 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ 1-2 ദൂതിലേക്കൊന്ന് കയറാൻ താല്പര്യപ്പെടുകയാണ്. ഒരു ദ്രഹ്മ എന്ന് പറഞ്ഞാൽ യൂദന്മാരുടെ നാണയങ്ങൾക്ക് പറയുന്നൊരു പേരാ. ഒരു ദ്രഹ്മ എന്ന് പറഞ്ഞാൽ 50 പൈസയ്ക്ക് തുല്യമാണ്. എത്ര പൈസയാണ്? അന്ന്, ഇന്നത്തെ കാര്യമല്ല, അന്ന് അത് എഴുതുന്ന സമയത്തുള്ള വാല്യൂ ഒരു പറയുവാണ്. 50 പൈസയ്ക്ക് തുല്യമാണ് ഒരു ദ്രഹ്മ. ആമേൻ. അപ്പം നമുക്കിത് 50 പൈസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും ആ കോയിനുണ്ട്, 50 പൈസ കോയിനുണ്ട്. പക്ഷേ ആരും എടുക്കത്തില്ലെന്നേ ഉള്ളൂ. 50 പൈസ നിരോധിച്ചിട്ടുണ്ടോ? 50 പൈസ നിരോധിച്ചില്ല, ഇപ്പോൾ ഉണ്ട്, പക്ഷേ നമ്മളാരും ഉപയോഗിക്കാറില്ല. ആമേൻ. കാരണം ഏറ്റവും താഴത്തെ കോയിനാണ് 50 പൈസ എന്ന് എനിക്കിപ്പോൾ തോന്നുവാണ്. അതിന് താഴെയുള്ള കോയിനൊന്നും ഇപ്പോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ആമേൻ. അപ്പോൾ ഈ 50 പൈസയാണ് ഒരു ദ്രഹ്മ. അപ്പോൾ ഈ സ്ത്രീക്ക് എത്ര ദ്രഹ്മയുണ്ട്? 10 ദ്രഹ്മയുണ്ട്. ഇനി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 10 തുട്ടിരിക്കുക. ആരുടെ കയ്യിൽ? ഈ അമ്മയുടെ കയ്യിൽ. ടോട്ടലി എത്ര രൂപയുടെ വാല്യൂ ഉണ്ട്? 5 രൂപയുടെ വാല്യൂ, അല്ലേ? 10 50 പൈസ ചേരുമ്പോൾ എത്ര രൂപയായി? ആ 5 രൂപയായി. അപ്പോൾ 5 രൂപയുടെ 10 50 പൈസ തൊട്ടിരിക്കുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു തുട്ട് ഒരു ദിവസം അങ്ങ് നഷ്ടപ്പെട്ടു. ഒരു ദിവസം അമ്മ എടുത്ത് കാശെണ്ണി നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഇതിലിപ്പോൾ 4 രൂപ 50 പൈസയേ ഉള്ളൂ. 50 എന്ത് ചെയ്യാനില്ല? കാണാനില്ല. ഓ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു ദ്രഹ്മ എന്തില്ല? കാണാനില്ല. അന്നേരം ഈ അമ്മ എന്നാ ചെയ്തേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം, നമുക്ക് 10 രൂപയുടെ 10 തുട്ടിരിക്കുവാൻ, 1 രൂപയുടെ 10 തുട്ടിരിക്കുവാന്ന് ചിന്തിക്കുക. ആമേൻ. 10 തുട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഈ 10 തുട്ടിൽ 1 രൂപ എന്ന തുട്ട് കാണാതെ പോയാൽ നിങ്ങൾ എന്നാ ചെയ്യും? അങ്ങ് പോട്ടെന്നേ. 1 രൂപയല്ലേ ഉള്ളൂ. ഇതല്ലേ നമ്മൾ പറയത്തുള്ളൂ. ഇല്ല, തിരക്കി പോവുമോ? നിങ്ങൾ വഴി വീഴുന്ന ടോർച്ചെടുത്ത് അന്വേഷിക്കാൻ പോവുമോ? ഇല്ല. കാരണം പോയത് ഒന്നാ. ഇനി 9 രൂപയുടെ നാണയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്കത് വിഷയമല്ല ഇന്ന് രാത്രി. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാ, അവൻ പോയതിനും ഒരു വിലയുണ്ടെന്ന് തിരിഞ്ഞു വരാൻ, അതിനെ തിരയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പറയുന്ന ഒരു പേരാണ് ആത്മഭാരമെന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തും നഷ്ടബോധത്തോട് ചിലതിനെ അന്വേഷിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ അകത്തൊരു ആത്മഭാരമുണ്ട്. ഹല്ലേലൂയ. ആത്മഭാരമുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. ആത്മഭാരമുള്ള ദൈവജനത്തിനായി സ്തോത്രം. അതുകൊണ്ട് ഈ കുറ്റിച്ചാൽ ദേശത്ത് ഇങ്ങനൊരു കൺവെൻഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ആത്മാവെങ്കിലും രക്ഷപ്പെടണം. ആമേൻ. ഹല്ലേലൂയ.
ഒരാത്മാവെങ്കിലും എന്ത് ചെയ്യണം? രക്ഷപ്പെടണം. എത്ര പേർക്കത് മനസ്സിലായി? നഷ്ടപ്പെടുന്നതിന് ഓർത്ത് ഭാരപ്പെടുന്നോണ്ടാ തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യുന്നേ? ഇവിടെ ഇതാ അവൻ ഒരുവൻ തയ്യാറാകുന്നേ, ഒരു സഹോദരി തയ്യാറാകുന്നേ. ഞാൻ നിങ്ങളോട് പറയാ, ഇതെല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. ഇത് ആത്മഭാരമുള്ളവരെ പറ്റുകയുള്ളൂ. ഒന്നുകൂടെ കരങ്ങളെ ഉയർത്തി. അപ്പൊ ആത്മഭാരം ഉള്ളവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആരുടെയൊക്കെ പറയുന്നു, ഈ ഭാരമുണ്ടെങ്കിൽ നീ ചിലത് കണ്ടെത്താൻ പോവുകയാണ്. ഭാരമുണ്ടെങ്കിൽ നീ ചിലത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് ഇന്ന് രാത്രി ദേശത്തിന്റെ നടുവിൽ പറയുക, അവൻ ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുന്ന ആത്മഭാരമുള്ള ദൈവജനത്തോട് പറയുക, വച്ചത് വൃഥാവല്ല, ചിലതൊക്കെ കണ്ടെത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി വിളക്ക് തെളിയിക്കുന്നത് വെറുതെയല്ല, കണ്ടെത്താൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി ആത്മഭാരത്തോടെ അന്വേഷിക്കുന്നത് വെറുതെയല്ല, ചിലതിനെ കണ്ടുപിടിക്കാൻ. ഹല്ലേലൂയ. അല്ലേ? ഒന്ന് ചിന്തിച്ചു. ഈ മാതാവ് എന്നാ ചെയ്തു? ഒരു 50 പൈസയല്ലേ പോയുള്ളൂ, പോട്ടേന്ന് വച്ചില്ല. പിന്നെ ഈ മാതാവ് എന്നാ ചെയ്തെന്ന് അറിയാമോ? ഈ പോയതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ മാതാവ് പെട്ടെന്ന് ബൈബിൾ പറയുന്നു 3 കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാണ്. കേൾക്കാൻ താല്പര്യമുണ്ടോ? അതോ നിർത്തിയിട്ട് പോയാൽ മതിയോ? 3 കാര്യങ്ങൾ ചെയ്യുക. എന്നാ 3 കാര്യം? വായിച്ചു വാക്യത്തിനകത്തുണ്ട്. 1, ഈ മാതാവ് വിളക്ക് കത്തിച്ചു. എന്നാ കത്തിച്ചു? ഒന്ന് ശബ്ദവൃത്തി പറഞ്ഞേ. വിളക്ക് കത്തിച്ചു. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് പറയുക, കാണാതെ പോയ ചിലത് കണ്ടുപിടിക്കണമെങ്കിൽ വിളക്ക് കത്തിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. 3 കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ ബ്രഹ്മ നഷ്ടപ്പെട്ടത് സത്യമാണ്, പക്ഷെ തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് കത്തിക്കണം? വിളക്ക് കത്തിക്കണം. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്തിട്ട് പറ, വിളക്ക് കത്തണം. വിളക്ക് കത്തണം. മതി, വിളക്ക് കത്തണം. ആമേൻ. അപ്പോ ഒന്നാമത് പറയുക, വിളക്ക് കത്തിച്ചു. രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട്, വീട് മുഴുവനും അടിച്ചു വാരി. എന്ത് ചെയ്തു? വീട് മുഴുവനും ഞാൻ ഒറ്റ വാക്കിലൊരു കാര്യം പറയാം, വീട് മുഴുവനും ശുദ്ധീകരിച്ചു. പിടികിട്ടിയല്ലോ? വീട് മുഴുവൻ എന്ത് ചെയ്തു? ഒരു ശുദ്ധീകരണം വേണം. ഒരു സ്തോത്രം കൂടെ പറഞ്ഞില്ല നിങ്ങൾ? വീട് മുഴുവനും ശുദ്ധീകരിക്കുക. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ ചെയ്തു. എന്നാ കാര്യം എന്നറിയാമോ? കണ്ടു കിട്ടുന്നത് വരെ സൂക്ഷ്മതയോടെ അന്വേഷിച്ചു. അതിന് ഞാൻ ഒറ്റ വാക്കിലൊരു മറുപടി പറയാം, ക്ഷമ വേണം. എന്ത് വേണം? ക്ഷമയുള്ളവർക്കായി സ്തോത്രം. ഉള്ളവരൊരു ഹല്ലേലൂയ പറഞ്ഞേ. 4 പേര് കാണുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞു സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാനത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. അധികം സമയം നമ്മുടെ മുമ്പിലില്ലെന്ന് എനിക്ക് നന്നായിട്ട് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾക്കും പെട്ടെന്ന് പോകണമെന്ന് എനിക്ക് നന്ന ബോധ്യമുണ്ട്. ആമേൻ. ഏതായാലും ഞാൻ പറയട്ടെ, ഈ ദൂത് അതിനകത്ത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ചിലത് കണ്ടെത്തണമെങ്കിൽ വിളക്ക് കത്തിയേ പറ്റൂ. ഏതായി വിളക്ക്? ഞാൻ വചനത്തിൽ നിന്ന് തന്നെ പറയാം. ഈ വിളക്ക് വീട്ടിലിരിക്കുന്ന എമർജൻസി ലാമ്പല്ല. ഈ വിളക്ക് മണ്ണെണ്ണ വിളക്കല്ല. ഈ വിളക്ക് നമ്മൾ വാങ്ങുന്നൊരു വിളക്കല്ല. പരിശുദ്ധാത്മാ പറയുന്നു, വീട്ടിനകത്ത് നഷ്ടപ്പെട്ട ദ്രഹ്മ തിരിച്ചു പിടിക്കണമെങ്കിൽ വിളക്ക് കത്തണം. ആ വിളക്ക് നിങ്ങളാ, ആ വിളക്ക് നീയാ. ആരുടെയൊക്കെ ദൈവാത്മാ പറയുന്നു, ആ വിളക്ക് നീയാ, ആ വിളക്ക് നിങ്ങളാ. ഇന്ന് രാത്രി സ്വർഗം ശക്തമായി ആരുടെ കൈമാറുകയാണ്. ആ വിളക്ക് കത്തിയിട്ടല്ലാതെ നഷ്ടം നികഴത്തില്ല, നഷ്ടം നികന്നു വരികയില്ല, നഷ്ടം നികന്നു വരികയില്ല. ഇന്ന് രാത്രി ശക്തമായി പരിശുദ്ധാത്മാ പറയുന്നു, വിളക്ക് കത്തിയാൽ നഷ്ടം നികന്നു വരും. അല്ലേ? ഇനി ഈ ദ്രഹ്മയ്ക്ക് ഇത്രയും വലിയ ഓഫർ ഉണ്ടോ? അല്ലെങ്കിൽ ഇത്രയും വലിയ വാല്യൂ ഉണ്ടോ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താ ഈ ദ്രഹ്മ? ഇത് വെറും ഒരു 50 പൈസയല്ല. അങ്ങനെ ചിന്തിച്ചാൽ ഈ ബൈബിൾ കൊണ്ട് നമുക്കൊരു വലിയ ഉപയോഗമൊന്നുമില്ല. ഇതിന് ചില മർമ്മങ്ങളുണ്ടെന്ന് യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്തോത്രം കൂടെ പറ.
ഹല്ലേലൂയ. ഇതിനെന്തുണ്ടാ? ചില മർമ്മങ്ങളുണ്ട്. അപ്പൊ ചോദിക്കുക, എന്താ ഈ ദ്രഹ്മയുടെ മർമ്മം? ഈ ദ്രഹ്മയുടെ മർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോട് പറയാ, ഈ ദ്രഹ്മ എന്താണ്? നമ്മുടെ വീട്ടിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ദ്രഹ്മ എന്ന് ചോദിച്ചാൽ, നിന്റെ വീട്ടിനകത്തെ ചിലപ്പോൾ നഷ്ടപ്പെട്ടത് കാശല്ല, അത് ചിലപ്പോൾ നിന്റെ കുടുംബനാഥനായിരിക്കാം, നിന്റെ തലമുറയായിരിക്കാം, നിന്റെ കൂടപ്പിറപ്പായിരിക്കാം. ഇങ്ങനെയുള്ള നിനക്ക് വേണ്ടപ്പെട്ട ചിലർ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി ചില സഹോദരിമാരോട് അടക്കം ദൈവം ദൂതായി പറയുക, നീ എന്ന വിളക്ക് ഒന്ന് വീടിനകത്ത് തെളിഞ്ഞാൽ, വിശ്വസിക്കുന്നവനോട് ഈ രാത്രി സ്വർഗം ദൂത് പറയുകയാണ്, ആ വിളക്കിന്റെ മുൻപിൽ ചിലത് പുറത്തു വരാൻ പോവുകയാ. ആ വിളക്കിന്റെ മുൻപിൽ ചിലത് തെളിയാൻ പോവുകയാ. വിശ്വസിക്കുന്ന ദൈവജന ഇന്ന് രാത്രി കരം തട്ടി ആ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുകയാ. ആമേൻ. അല്ലേ? ഒന്ന്, നഷ്ടപ്പെട്ട ദ്രഹ്മ നിന്റെ തലമുറയാകാം, നഷ്ടപ്പെട്ട ദ്രഹ്മ നിന്റെ കുടുംബനാഥനാകാം, നഷ്ടപ്പെട്ട ദ്രഹ്മ നിന്റെ വീട്ടിനകത്തെ ആരുമാകട്ടെ. പരിശുദ്ധാത്മാ പറയുന്നു, ആ നഷ്ടം ദൈവസന്നിധി നികന്നു വരണമെങ്കിൽ ബൈബിൾ പറയുന്നു, വിളക്ക് കത്തിയേ മതിയാകത്തുള്ളൂ. അങ്ങനാണെങ്കിൽ ആ വിളക്കാരാ? എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ നിങ്ങളാ ആ വിളക്കെന്ന് പറയുന്നത്. ഈ ശബ്ദം കേട്ട അവൻ വചനത്തെ സ്വീകരിക്കുന്ന നിങ്ങളാ ആ വീട്ടിലെ വിളക്ക്. ഹല്ലേലൂയ. അല്ലേ? വിളക്ക് തെളിയണം. വിളക്ക് തെളിഞ്ഞാൽ ആമേൻ, കർത്താവ് പറയുന്നു, നഷ്ടം തിരിച്ച് കൈ വരാൻ പോവുക. കരഞ്ഞോണ്ടിരിക്കുന്ന ചിലരെ ദൈവാത്മാവ് ഇന്ന് രാത്രി കാണുക. ചില നഷ്ടങ്ങളെ ഓർത്ത് എത്ര വിളിച്ചിട്ടും പിള്ളേര് കയറി വരുന്നില്ല, എത്ര പരിശ്രമിച്ചിട്ടും ആമേൻ കുടുംബനാഥൻ ഇങ്ങോട്ട് വരുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും ആമേൻ മാതാപിതാക്കൾ ഇങ്ങോട്ട് അടുക്കുന്നില്ല. ആത്മാവ് ആരുടെയൊക്കെ പറയുന്നു, നിന്റെ വിനിയാകുന്ന വിളക്കൊന്ന് തെളിഞ്ഞാൽ നിന്റെ വീട്ടിനകത്തെ ചില നഷ്ടങ്ങൾ അത് പുറത്തു വരാൻ പോകുകയാ. ശക്തമായി ദൈവാത്മാവ് ഇന്ന് രാത്രി ഒരു ദൂതായി ചിലതിനോട് പറയുന്നു, വിളക്ക് തെളിയുന്ന കുടുംബം ഇന്ന് രാത്രി നഷ്ടങ്ങൾ നികന്നു വരുന്നത് കാണാൻ പോവുകയാ. ഗ്ലോറി. കരങ്ങളെ ഉയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ കൂടെ പറ. വിളക്ക് തെളിയണം. അല്ലേ? ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, എപ്പോഴായി വിളക്ക് തെളിയിക്കുന്നേ? ആമേൻ. ഈ വിളക്ക് ചുമ്മാ തെളിയിച്ചാൽ പോരാ, എപ്പോഴെങ്കിലും തെളിയിച്ചാൽ പോരാ. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴാണ് വിളക്ക് തെളിയിക്കുന്നേ? എപ്പോഴാണോ സൂര്യൻ അസ്തമിക്കുന്നത് അപ്പോഴാണ് വിളക്ക് തെളിയിക്കുന്നത്. എന്താ അതിൻ്റെ കാരണം? സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ദേശത്ത് ഇരുട്ടാ. കേൾക്കുന്നുണ്ടോ? ഇതൊരു ആത്മീയ ചിന്തയാണ്. എപ്പോഴാണോ ഇരുട്ട് വീട്ടിനകത്ത് വരുന്നത് അപ്പോൾ വിളക്ക് തെളിയണം. ഇന്ന് രാത്രി ആ മർമ്മം ഇന്ന് രാത്രി ദേശത്തോട് പറയുക. പിടിച്ചെടുക്കാൻ ചില കുടുംബങ്ങൾ ഇതിനകത്തുണ്ടെന്ന് ദൈവാത്മാവ് കാണുക. എപ്പോഴാണോ ഇരുട്ട് വീട്ടിൽ കയറുന്നത് അന്നേരം ചില വിളക്കുകൾ വീട്ടിൽ തെളിഞ്ഞാൽ ഇരുട്ടിനകത്ത് കിടക്കുന്ന ചില ദ്രഹ്മകൾ ഇന്ന് രാത്രി തിരികെ വരാൻ പോവുകയാ. വിശ്വസിക്കുന്ന ചില കുടുംബങ്ങളോട് ആത്മാവ് ഇന്ന് രാത്രി ഉറപ്പിച്ച് പറയുകയാ, വിളക്ക് തെളിഞ്ഞാൽ, വിളക്ക് തെളിഞ്ഞാൽ, കമോൺ, വിളക്ക് തെളിഞ്ഞാൽ ഇരുട്ടിൽ കിടക്കുന്നത് നിനക്ക് കാണാൻ കഴിയാതെ മറഞ്ഞ് കിടക്കുന്ന ചിലത് ഈ ദിവസങ്ങളിൽ കമോൺ പുറത്തു വരാൻ. ഏതൊക്കെ വീടുകളുടെ നഷ്ടം നികന്നു വരാൻ സമയമായി, ഏതൊക്കെ തലമുറകൾ തിരികെ വരാൻ സമയമായി, ഏതൊക്കെ കുടുംബനാരന്മാർ ദൈവസഭയിൽ കയറാൻ സമയമായി, ഏതൊക്കെ സഹോദരിമാർ വഴിവിട്ട ജീവിതങ്ങളെ വിട്ടിട്ട് കർത്താവിലേക്ക് തിരിയാൻ സമയമായി. ഇന്ന് രാത്രി നീ എന്ന വിളക്ക് തെളിഞ്ഞാൽ ചില വീടിനകത്ത് മിറക്കിൾ സംഭവിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. വിളക്ക് തെളിയണം. ഒന്ന്, വിളക്ക് തെളിയിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഇരുട്ട് വരുമ്പോഴാണ്. നിങ്ങൾ രാത്രി 7 മണിയാകുമ്പോൾ നിശ്ചയമായിട്ടും വീട്ടിനകത്ത് വിളക്ക് വച്ചിരിക്കും. ഇന്ന് വിളക്കില്ല, പകരം ലൈറ്റ് ഇട്ടിരിക്കും, പ്രകാശം വരും. അല്ലേ? പ്രകാശത്തിനാണല്ലോ വിളക്ക് കത്തിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ഈ ഇരുട്ട് ഒരു സാധാരണ ഇരുട്ടല്ല. ഇപ്പോൾ പുറത്ത് കാണുന്ന ഇരുട്ടിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൻ്റെ മർമ്മത്തിലൂടെ ഒന്ന് കയറി പോവുക. ശ്രദ്ധിക്കണം. ഇരുട്ട യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഇത് ഇരുട്ടിൻ്റെ അധികാരമാണ്. ആമേൻ.
താൻ പിടിക്കപ്പെടുമ്പോൾ കർത്താവ് വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്, ഇത് ഇരുട്ടിന്റെ അധികാരം. നമുക്ക് പോരാട്ടമുള്ളതാ ജഡരക്തങ്ങളോടല്ല, ആമേൻ, പിന്നെയോ അന്ധകാര ശക്തികളോടാ. ഇന്ന് രാത്രി വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറുക, ഈ ഇരുട്ട് ഒരു പ്രകൃതിയുടെ ഇരുട്ടല്ല. ഈ ഇരുട്ടെന്ന് പറയുന്നത് പൈശാചികന്റെ ചില അധികാരങ്ങളെ കുറിക്കുന്നു. പാപത്തിന്റെ അധികാരങ്ങൾ, ശാപത്തിന്റെ അധികാരങ്ങൾ ചിലതിനെ വീട്ടിനകത്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വിളക്കാകുന്ന നീ എപ്പോ തെളിയുമോ അപ്പോ ചിലത് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ആ വിളക്ക് നീയാണ്. നീ ഒന്ന് തെളിയാൻ തയ്യാറായാൽ പരിശുദ്ധാത്മ പറയുന്നു, നഷ്ടപ്പെട്ടു പോയ ചില ദ്രഹ്മ വിലപിടിപ്പുള്ള ചിലത് നിന്റെ വീട്ടിൽ തിരികെ വരാൻ പോവുകയാ. ആമേൻ. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ കൂടെ പറ. അപ്പൊ വിളക്ക് തെളിഞ്ഞാലേ ഇരുട്ടി കിടക്കുന്നത് കാണാൻ പറ്റൂ, ശരിയല്ലേ? ആമേൻ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുക, അതിനാ കർത്താവ് പറയുന്ന വിളക്ക് തെളിഞ്ഞ വീട്ടിനകത്തെ ചിലത് വെളി വരാൻ പോവുക. അപ്പൊ ആ വിളക്ക് ആരാ? എമർജൻസി ലാമ്പല്ല, ഞാനും നിങ്ങളും ഒക്കെയാ. തെളിയേണ്ടതുപോലെ തെളിഞ്ഞാൽ വീട്ടിൽ നിന്ന് മാത്രമല്ല ദേശത്തിൽ പോലും നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. ആമേൻ. അത് വിളക്കിന്റെ ക്വാളിറ്റി പോലിരിക്കും, അത് വിളക്കിന്റെ വലിപ്പം പോലിരിക്കും. ഇന്ന് രാത്രി വിളക്കിന് പല വലിപ്പമുണ്ട്, വെളിച്ചത്തിന് പല അളവുണ്ട്. ഒരു സ്വത്രം കൂടെ പറഞ്ഞില്ലല്ലോ. ആമേൻ. ഒരു വിളക്ക് കത്തിച്ചാൽ ആമേൻ അതിന് പല അളവിൽ അതിന്റെ വെളിച്ചം പുറത്തു വരും. ഇവിടെ നിൽക്കുന്ന ഈ ഹാലോജൻ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല വെട്ടവാ. പുറത്തെ റോഡ് സൈഡ് ഇട്ടേക്കുന്ന ട്യൂബ് നിങ്ങൾ കണ്ടില്ലേ? ആമേൻ. അതിനൊരു പരിധി ഉണ്ടാവും. അത് ഇതിനകത്ത് വെച്ചാൽ ഒന്നും ആകത്തില്ല, കത്തിച്ചിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ടാ പ്രിയപ്പെട്ടവർ അതിനെ വെളിയിലാക്കിയിട്ട് ഇവിടെ ഇച്ചിരി നല്ല വെട്ടം കിട്ടുമാറ് ആമേൻ നല്ല വലിയ വെളിച്ചത്തെ വച്ചേക്കുന്നേ. പിടിയിടുന്നുണ്ടോ? അങ്ങനാണെങ്കിൽ നിന്റെ വലിപ്പം അനുസരിച്ച് കർത്താവ് നിന്നെ ഉയർത്തി നിർത്തും. എത്ര പേർക്ക് ഇന്ന് രാത്രി ഞാൻ പറയുന്ന രാശിയും പിടിയിടുന്ന എനിക്കറിയത്തില്ല. നീ എന്ന വിളക്ക് എങ്ങനെ തെളിയുമോ അതുപോലെ നിന്നെ ഉയർത്തി നിർത്തും. കാരണം മുറിക്കകത്ത് തെളിയേണ്ടതാണെങ്കിൽ നിന്നെ മുറിക്കകത്ത് വയ്ക്കും. വീട് മുഴുവനും പ്രകാശമാകേണ്ടതാണെങ്കിൽ നിന്നെ അങ്ങനെ വയ്ക്കും. പട്ടണത്തെ പ്രകാശിപ്പിക്കേണ്ടതാണെങ്കിൽ നിന്നെ പട്ടണത്തിന്റെ ഒത്ത നടുക്ക സ്വർഗം നിന്നെ നിർത്തുമെന്നതിന് സംശയമില്ല. വിശ്വസിക്കുന്ന ചിലരോട് ഇന്നു രാത്രി ആത്മാവിൽ കൈമാറട്ടെ. ചിലത് ഈ ദിവസങ്ങളിൽ പട്ടണങ്ങൾക്ക് വെളിച്ചമാകാൻ പട്ടണങ്ങൾക്ക് വെളിച്ചമാകാൻ, പട്ടണങ്ങൾക്ക് വെളിച്ചമാകാൻ ചിലതിനെ കർത്താവ് തൊടുന്ന രാത്രിയാ. ഇന്ന് രാത്രിയ ദൈവ സാന്നിധ്യ ഏതൊക്കെ ശരീരങ്ങളുടെ മേൽ ദൈവം കൈമാറുന്നു. ആ വിളക്കൊന്ന് തെളിയാൻ സമയമായി, ആ വിളക്കൊന്ന് കത്താൻ സമയമായി, ആ വിളക്കൊന്ന് ശോഭിക്കാൻ സമയമായി. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളോട് പറയുക, അണഞ്ഞിരിക്കുന്ന ചില വിളക്കുകളെ കർത്താവ് തെളിയിക്കാൻ പോവുക. കൊതിയുണ്ടോ നിനക്ക്? എനിക്ക് ദേശത്തൊരു വെളിച്ചമാകണം, എനിക്കെൻ്റെ വീട്ടിലൊരു വിളക്കാകണം, എനിക്കെൻ്റെ സഭയിലൊരു വിളക്കാകണം. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളോട് ദൈവം ചോദിക്കുവാണ്, നീ തയ്യാറാണെങ്കിൽ നിന്റെ സ്ഥാനത്തിന് മാറ്റം വരാൻ പോവുക. അതിൻ്റെ അർത്ഥം നിന്റെ ഇരിപ്പ്, നിന്റെ പൊസിഷന് വലിയ വ്യതിയാനം സംഭവിക്കാൻ പോവുക. നീ വിളക്കാണ്, പക്ഷെ കത്താത്തടുത്തോളം കാലം നിന്റെ ഇരിപ്പ് കട്ടിലിന്റെ കീഴെയാ. എപ്പോഴാണോ വിളക്ക് കത്തുന്നത് അന്നേരം കീഴെ നിന്ന് കത്താത്തടുത്തോളം കാലം നീ എന്ന വിളക്ക് കട്ടിന്റെ ചുവട്ടില. എപ്പോ കത്തുമോ അന്ന് നിന്നെ സ്വർഗം ഉയർത്തും. ഈ രാത്രി ആത്മാവാരുടെ ഇടപെടുകയാണ്. ചില വിളക്കുകൾ കത്താൻ സമയമായി. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ചിലതൊക്കെ ഉയർന്ന് കത്തട്ടെ. ദേശത്തിന് വെളിച്ചമാകാൻ, പട്ടണങ്ങൾക്ക് വെളിച്ചമാകാൻ ഇന്നു രാത്രി ആ വിളക്കുകൾ തെളിയട്ടെ. വൈഡം ശമനം ധ്യാനം തേരെ 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 ചൂടാബാബ റീപക്ഷമന വൈഡകരകരെ അത്യുരബലവേ അന്തർക്കമനം ധ്യാനം തേരാ തേരാ രഗത വൈഡൽ പൗഡ്. ഇന്ന് രാത്രി ചിലത് തെളിയട്ടെ, ഈ രാത്രി ചിലത് കത്തട്ടെ.
ഈ രാത്രി ചിലത് തേജസ്സായി ഉയരട്ടെ. പട്ടണങ്ങൾക്ക് വെളിച്ചമാകേണ്ട ചിലത് ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്വർഗവചനെ മാനിക്കും. ഓ ഹോളി സ്പിരിറ്റ് റാബാബാബാ ഷാദറകമന സിയാന്തേനിയ റീബൽ കമനഗടക ഷൈഡിബിരിഗടക റച്ചസ് പ്രൗഢമനഗടകസി. ആമേൻ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. വിളക്കിന്റെ വെളിച്ചം എങ്ങനെയോ അങ്ങനെയാ ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നത്. മുറിക്കകത്ത് മാത്രം തെളിയാനുള്ള പവറേ നിന്നിലുള്ളൂവെങ്കിൽ നീ മുറിക്കകത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ. ആ വിളക്കിനകത്ത് ഇച്ചിരി കൂടുതൽ എണ്ണയും ആമേൻ ഇച്ചിരി ഒന്ന് കത്താൻ ആ വിളക്ക് തയ്യാറാണെങ്കിൽ നീ മുറിക്കകത്തുനിന്ന് മാറിയിട്ട് ആമേൻ ആ വീടിൻ്റെ ലിവിംഗ് റൂമിലേക്ക് വരാൻ പോവുക. കാരണം അവിടെ വച്ചാൽ നീ പല റൂമുകൾക്ക് പ്രകാശമാകുക. ഇനിയും നിനക്ക് വർധനവുണ്ടെങ്കിൽ, നിന്റെ വെളിച്ചത്തിന് ഇനിയും തീവ്രത കൂടുതലാണെങ്കിൽ നിന്നെ വീട്ടിനകത്ത് വയ്ക്കത്തില്ല, നിന്നെ വീട്ടിൻ്റെ പുറത്ത് നിർത്തിയാൽ വീടും പരിസരവും മൊത്തം ആമേൻ അത് കാണാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോവുക. ആമേൻ അവിടെ കൊണ്ട് തീരത്തില്ല, ഇനിയുമുണ്ട് വെളിച്ചത്തിന്റെ തീവ്രത. ആമേൻ. നിങ്ങൾ ജംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈമാസ്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കാണും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മൾ മേലെ നോക്കാറില്ല, എല്ലാം താഴെ നോക്കിയാൽ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ജംഗ്ഷനിലൊക്കെ ചെല്ലുമ്പോൾ രാത്രി സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ തോന്നുന്നെങ്കിൽ മേലോട്ട് നോക്കണം. മേലോട്ട് നോക്കുമ്പോൾ ഒരൊറ്റ പൈപ്പിൽ ഒരു 4-5 ലൈറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് താഴോട്ട് അടിച്ചേക്കും. അതാണ് രാത്രി ഉദിച്ച് നിൽക്കുന്ന സൂര്യൻ. കരങ്ങളെ ഉയർത്തിയിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. അല്ലേ? ഈ സൂര്യനെ കാണാൻ വേണ്ടി ഇടയ്ക്ക് എന്ത് ചെയ്യണം? മേലോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒന്നല്ല ഒരു 3-4 നിൽക്കുന്നുണ്ട്. ആമേൻ. അതെവിടെയാണ് നിർത്തിയേക്കുന്നത്? എന്നാ പൊക്കമെന്നറിയാമോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ആരിനാടോ ജംഗ്ഷനിലോ കുറ്റിച്ചിലോ ജംഗ്ഷനിലൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ നോക്കണേ. എല്ലായിടും ഉണ്ട്. MLA വെച്ചിട്ടുണ്ട് അവിടെ എവിടെയാണ്. ഇത് ഞങ്ങൾ വെച്ചതാന്ന് പറയാൻ വേണ്ടി. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത് വച്ചല്ലോ. ആമേൻ. ഏതായാലും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മിക്കവാറും ഒരു 10 പേര് കൂടുന്ന ജംഗ്ഷൻ ആണെങ്കിൽ ഈ ഒരു സാധനം കാണും. ആമേൻ. അപ്പോൾ ഈ ലൈറ്റ് എന്നാ നമ്മൾ ബെഡ്റൂമിൽ വെക്കാത്ത? അതിൻ്റെ തീവ്രത വലുതാ. ഇത് വീട്ടുകാർ മാത്രം കാണേണ്ട വെളിച്ചമല്ല, ഇത് ദേശം കാണേണ്ട വെളിച്ചമാ. ഇന്നൊരു രാത്രി ചില വിളക്കുകളെ സ്വർഗം തീരുമാനിക്കും ഇതെവിടെ തെളിയേണ്ടതാ. ഓ, വിശ്വസിക്കുന്നവരുടെ ദൈവാത്മാ പറയുന്നു, നീ വീട്ടിനകത്ത് തെളിയേണ്ടതല്ല. ഈ രാത്രിയിൽ ഈ ബദൽ ഫെസ്റ്റിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നീ തെളിയാൽ പല ദേശങ്ങൾ ദൈവം കാണുകയാ. നിന്നെ ഉയർത്താൽ ചില പട്ടണങ്ങളെ ദൈവം കാണുകയാ. വൈശസിയ റിബൽ കമനഗടക ഷൈഡിബിരിഗടകസി. ഹല്ലേലൂയ. അപ്പോൾ വിളക്കിൻ്റെ വലിപ്പം പോലിരിക്കും അടുത്ത നിങ്ങളുടെ പ്രവൃത്തി. ഞാൻ അത് വിടുക. ഇനി വിളക്ക് കത്തിച്ചാൽ, ലൂക്കോസ് 8-8 അധ്യായത്തിലൊരു വാക്യം പറയുന്നുണ്ട്. ഞാൻ തന്നെ വായിക്കാം. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 8 അധ്യായം അതിൻ്റെ 16 വാക്യത്തിൽ ഒരു പദം ഇങ്ങനെ വാക്യം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. വായിച്ചോ നിങ്ങൾ? ഇനി ഞാൻ വാക്യമൊന്നും വായിപ്പിക്കത്തില്ല. ഇത് വായിക്കേണ്ടെന്ന് വിചാരിച്ചതാ, പിന്നെ വായിപ്പിച്ചു പോയതാ. 2 കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. വിളക്ക് കത്തിച്ച് എവിടെ വയ്ക്കും? 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. പാത്രം കൊണ്ട് മൂടരുത്. അടുത്തെന്നാ പറഞ്ഞ്? കട്ടിൽ കീഴെ വയ്ക്കരുത്. പിന്നെ എവിടെ വയ്ക്കും? തണ്ടിന്മേൽ ഉയർത്തും. രസകരമായ 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. കത്തുന്ന വിളക്കിനെ പാത്രം കൊണ്ട് മൂടല്ല്, കത്തുന്ന വിളക്കിനെ കട്ടിൻ്റെ കീഴെയും വയ്ക്കരുത്. നമ്മൾ പലർക്കും നഷ്ടം നികത്താത്തതിൻ്റെ കാരണം നാം ആകുന്ന വിളക്ക് പലപ്പോഴും പാത്രം കൊണ്ട് മൂടുക, രണ്ടാമത് കട്ടിൻ്റെ കീഴെ വയ്ക്കുക. ഞാൻ ഒന്നുകൂടെ ഒന്ന് തെളിച്ചു പറയാം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് വേറെ മനസ്സിലായി നിങ്ങൾ വേറെ എടുത്തോളണം കേട്ടോ. ഇത് എനിക്ക് കർത്താവ് തന്ന കാര്യമാണ്. പാത്രം എന്തിനുള്ള? പാത്രം എന്തിനുള്ള? നിങ്ങൾ ചിരട്ടയിലായിരിക്കും ഭക്ഷിക്കുന്നത്, തീറ്റിക്കുള്ള അല്ലേ? അടുക്കളക്കകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? ഭക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കാനും കഴിക്കാനും ഒക്കെ അല്ലേ പാത്രം? ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? കത്തുന്ന വിളക്കുകൾ നോക്കിയിട്ട് തമ്പുരാൻ പറയുക, തീറ്റി കൊണ്ട് മൂടല്ല്. ആമേൻ.
കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരും. ഇത്രയും മതി. ഹല്ലേലൂയ. രാത്രി 10 മണിക്കാണ് നിങ്ങളുടെ പ്രയർ എന്ന് ചിന്തിക്കുക. 9:30 നന്നായിട്ട് അങ്ങോട്ട് വെട്ടും. ഇത് വെട്ടിക്കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ, അന്നത്തെ പ്രാർത്ഥന പാത്രം കൊണ്ട് നമ്മളങ്ങ് മൂടി കിടക്കുന്ന നമ്മൾ പറയും, കർത്താവ് നീ എല്ലാം അറിയുന്നല്ലോ, ഞാനും ഇതാ മറിയുവാണേ. ഹല്ലേലൂയ. ഒരു സ്വതന്ത്രം കൂടെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ആമേൻ. പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇത് പണ്ടൊരു പാസ്റ്റർ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ എടുത്തു പറഞ്ഞെന്നുള്ളത്, എൻ്റേതല്ല ഇത്. ആമേൻ. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞേ, കത്തുന്ന വിളക്കിന് എന്ത് ചെയ്യരുത്? അയ്യോ നിങ്ങൾ പറ. പാത്രം കൊണ്ട് മൂടല്ലേ. ഇനി വേറെ കുറച്ച് പാർട്ടിയുണ്ട്. പാത്രം കൊണ്ട് മൂടിയില്ലെങ്കിൽ കട്ടിൽ കൊണ്ട് മൂടും. കട്ടിൽ എന്തിനു കൊള്ളാം? പല്ലിയിക്കാൻ കൊള്ളാമോ? കിടക്കാനേ കൊള്ളാവൂ. തമ്പുരാൻ എടുത്തു പറയുന്നുണ്ട്, വിളക്ക് കത്തിച്ചാൽ കട്ടിൽ കൊണ്ട് മൂടരുത്. ആമേൻ. സഹോദര സഹോദരി, പരിശുദ്ധാത്മ നിറവിൽ നിന്നെ പ്രാർത്ഥിക്കാൻ ദൈവം നിയോഗിച്ചാൽ അത് ഉറങ്ങി തീക്കല്ലെന്ന ഇന്ന് രാത്രി കർത്താവ് ദേശത്തോട് പറയുന്നു, ദൈവജനത്തോട് പറയുന്നു, ഉറങ്ങാനല്ല നീ എന്ന വിളക്കിനെ തെളിയിച്ചത്. ആമേൻ. അത് കത്താനുള്ളത് കത്തിയേ പറ്റൂ. കട്ടിലിന്റെ കീഴേക്ക് നിന്ന് കിടന്ന് കത്തുന്ന വിളക്കിനെ പോലും അണയ്ക്കുന്ന പല പുള്ളികൾ ഇവിടെ ഉണ്ട്. രാത്രി ഏലിയാവിനെ തട്ടിയ പോലെ തട്ടിയാലും വേണമെങ്കിൽ ആത്മനിറവിലാണെന്ന് പറഞ്ഞ് 2 ശാസനയും കൂടെ ശാസിച്ച് തിരിഞ്ഞു കിടന്നുറങ്ങുന്ന പുള്ളികളുണ്ട്. ഒരു സ്വത്രം കൂടെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ ശാസിച്ചതുകൊണ്ടാണോ സ്വത്രം പറയാത്തത്? അത് ഇതുവരെ അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. അടുത്ത രാത്രി 12 മണിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ന്യൂ ഇയറിൽ നമ്മളെടുത്ത തീരുമാനമാണ്. 12 മണി എന്ന സാധനം ഈ 365 ദിവസത്തിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ആമേൻ. കാരണം 10 മണിക്ക് മുമ്പേ നമ്മൾ ഓഫാ. സത്യം പറയാമല്ലോ. കട്ടിലുകൊണ്ട് മൂടരുത്. ഇനി അർദ്ധരാത്രി 12 കഴിയുമ്പോൾ നിന്റെ തീരുമാനം തമ്പുരാൻ പറയും, ഒരു ഗബ്രിയേലിനെ വിട്ടേച്ചു വരടാ, ഏലിയാവിനെ ചൂരച്ചെടി കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ, അവന് വേറെ കുറച്ച് പരിപാടിയുണ്ട്, ചെന്നിട്ടുണ്ട് തട്ട് കേട്ട. പുള്ളിക്കാരൻ ചെന്ന് തട്ടി എടുത്ത് പുള്ളി ഒന്നുകൂടെ തിന്നു. കത്തുന്ന വിളക്ക ഒന്നുകൂടെ തിന്നിട്ട് പുള്ളി പിന്നെ ചെന്ന് കട്ടിനടി കിടന്നു. ആമേൻ. ആർക്ക് സഹിച്ചില്ല? കത്തിച്ച പ്രിയപ്പെട്ടവർ തമ്പുരാന് സഹിച്ചില്ല. തമ്പുരാൻ പറഞ്ഞു, ഒന്നുകൂടെ പോയി തട്ട. എത്ര തട്ട നമുക്ക് രാത്രി കിട്ടിയേ? നമ്മളെ തട്ടാൻ ഗബ്രിയേൽ വന്നില്ല, അതാണ് സത്യം. പിന്നെ ആരെയെ വിട്ടേ? അയ്യോ, അപ്പുറത്തൂടെ പാറി നടക്കുന്ന കൊതുവിനെ ഇങ്ങോട്ട് വിട്ടു. പുള്ളിക്കാരൻ ഒരൊറ്റ കുത്ത യേശുവിൻ്റെ നാമത്തിൽ ഭസാതരം എന്ന് പറഞ്ഞ ഒറ്റ അടി അടിച്ചിട്ട് നമ്മൾ തിരിഞ്ഞാണ് തുടങ്ങിയില്ലേ? ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറഞ്ഞു, കത്തുന്ന വിളക്ക് മൂടരുത്, കട്ടിൽ കീഴെ വയ്ക്കരുത്, പാത്രം കൊണ്ട് മൂടരുത്. നീ കത്തേണ്ടതുപോലെ കത്തിയിരുന്നെങ്കിൽ നിന്റെ വീട്ടിനകത്തെ തലമുറ നഷ്ടമാകത്തില്ല. നീ തെളിയേണ്ടതുപോലെ തെളിഞ്ഞെങ്കിൽ നിന്റെ കുടുംബനാഥം നഷ്ടമാകത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരുടെക്ക് കൈമാറുകയാണ്. നഷ്ടത്തിന് കാരണം വിളക്കുണ്ടെന്നത് സത്യം, പക്ഷെ തെളിയാത്തതാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നുണ്ട്? വിളക്കാണേൽ കത്തണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ കത്തുന്ന വിളക്ക് പാത്രം കൊണ്ട് മൂടരുത്, കട്ടിൽ കീഴെ വയ്ക്കരുത്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗവും വിടുക. ഇനിയും കൂടുതൽ വിവരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയാവത്തില്ല. അത് ചർച്ചയ്ക്കാണെങ്കിൽ ഞാൻ വിവരിച്ചേനെ. പോട്ടെ, ഇതൊരു കൺവെൻഷൻ യോഗമില്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വരുക. അപ്പോൾ പാത്രം കൊണ്ട് എന്ത് ചെയ്യരുത്? മൂടരുത്. അപ്പോൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അത് തണ്ടിൻ്റെ മേൽ വയ്ക്കണം. ഇനി കത്താത്ത വിളക്കിനെ ആരെങ്കിലും മേശപ്പുറത്ത് വെച്ചേക്കുമോ? ഇവിടെ ഉണ്ടോ അങ്ങനെ ആരെങ്കിലും? ഇല്ല. കത്താത്ത വിളക്കിനെ നമ്മൾ എവിടെ വെക്കും? മേശയുടെ അടിയിൽ, കട്ടിലിൻ്റെ അടിയിൽ, അലമാരയുടെ അടിയിൽ. ശരിയല്ലേ? കത്തുന്ന വിളക്കിനെ ആരെങ്കിലും മേശയുടെ അടി വയ്ക്കുമോ? കർത്താവും അതാ പറയുന്നേ, കത്തുവാണെങ്കിൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. വിളക്ക് തെളിയുവാണെങ്കിൽ നീ അറിയാതെ ചിലർ നിന്നെ ഉയർത്തും. ഇന്നൊരു രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന ചില ദൈവമക്കളോട് പറയുക, നിന്റെ ഉയർച്ച നീ എന്ന വിളക്കിലിരിക്കുക. നീ അതൊന്ന് കത്തിച്ചു നോക്ക. ചിലർ നിന്നെ ഉയർത്താൻ പോവുകയാ. ചിലർ നിന്നെ മാനിക്കാൻ പോവുകയാ. വിളക്കാണെങ്കിൽ കത്തണം. ഇനി ഞാൻ അടുത്തൊരു പോയിന്റിലേക്ക് ഞാൻ പെട്ടെന്നൊന്ന് കടന്നു വരട്ടെ. കർത്താവ് പറയുന്നു, ആമേൻ, വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത് അല്ലേ? ഈ അമ്മ എന്നാ ചെയ്തേ? ഒന്ന്, വിളക്ക് കത്തിച്ചു. ഈ വിളക്ക് കത്തണമെങ്കിൽ ഒരു സംഭവം അകത്ത് വേണം. എന്നാ വേണം? എണ്ണ വേണം അല്ലേ? വിളക്ക് കത്തണമെങ്കിൽ എന്ത് വേണം? എണ്ണ വേണം.
എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ പാട്ട്? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, സമയമില്ല. വിളക്ക് കത്തണമെങ്കിൽ എന്തു വേണം? അപ്പൊ ഏതെണ്ണ വേണ്ടേ? മണ്ണെണ്ണ മതിയോ? ഒലിവെണ്ണ മതിയോ? പോരാ. ഇന്ന് രാത്രി പുതിയ നിയമം നമ്മളോട് പറയുന്ന ഒരു എണ്ണയുണ്ട്. എണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ഇന്നു രാത്രി അകത്ത് എണ്ണയുള്ള ദൈവമക്കൾക്കായി സ്തോത്ര. സ്വർഗം പറയുന്നു, നിനക്കേ തെളിയാൻ പറ്റത്തുള്ളൂ, നിനക്കേ കത്തുവാൻ കഴിയത്തുള്ളൂ. അകത്ത് എണ്ണയുള്ള ചില ദൈവമക്കള് ഇന്നു രാത്രി സ്വർഗം വേറിട്ട് നിർത്തുകയാ. കാരണം നീ അണഞ്ഞിരിക്കേണ്ടവനല്ല, നീ കത്തേണ്ടവൻ. വിളക്ക് കത്തണമെങ്കിൽ അകത്ത് എണ്ണ വേണം. എണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. 10 കന്യകമാര് മണവാളനെ എതിരേക്കാൻ പോയി. വായിച്ചിട്ടുണ്ടോ ഭേദഭാഗം? എല്ലാവർക്കും അറിയാമല്ലോ. ആരാ പോയ? 10 കന്യകമാര്. ഈ കന്യകമാരെന്ന് വെക്കുമ്പോൾ സഹോദരന്മാരെ നിങ്ങൾ വിചാരിക്കരുത് സ്ത്രീകളാണെന്ന്. ബൈബിൾ പ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ മണവാളൻ യേശുവും മണവാട്ടി സഭയുമാണ്. അതിലാണില്ല പെണ്ണില്ല. കർത്താവ് നമ്മളെക്കുറിച്ച് പറയുക സഭ കന്യകയാണ്. കരമുയർത്തി ഹല്ലേലൂയ പറ. ശ്രദ്ധിക്കുന്നുണ്ട്? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ലെങ്കിൽ എന്നെ വിളിച്ച ബോയ് പാസ്റ്ററുണ്ട്, പിന്നീട് ചോദിച്ചാൽ മതി. ആമേൻ. സിസ്റ്ററുണ്ട്, ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. മണവാട്ടി സഭയാ. അതിനകത്ത് ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല. അവരെ സഭയെ നോക്കിയാ പറയുന്നത് 10 കന്യകമാര് ആരെതിരേക്കാൻ പോയി? മണവാളിനെതിരേക്കാൻ പോയി. എതിരേക്കാൻ പോയിട്ട് ഇവർ പ്രതീക്ഷിച്ച സമയത്ത് മണവാളൻ വന്നില്ല. നമ്മളാണെങ്കിൽ എന്നാ ചെയ്യും? പയ്യൻ വന്നില്ലല്ലേ, ഇന്ന് കല്യാണം വേണ്ട. ഇത്രയും കൃത്യനിഷ്ഠയില്ലാത്ത പയ്യനെ പിന്നെ നമുക്ക് എന്തിനാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കല്യാണം മുടങ്ങിയേനെ. പക്ഷേ ഈ സഭ അങ്ങനല്ല, ക്ഷമയുണ്ട്. ഒരു സ്വത്രം കൂടെ പറ. ഇനി ക്ഷമ ഉള്ളവരൊരു സ്വത്രം കൂടെ പറ. ഹല്ലേലൂയ. കനം ഒന്ന് കുറഞ്ഞു പോയി. സ്വത്രം കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഭയാണെങ്കിൽ ക്ഷമയുണ്ട്. അവേ വരാനിച്ചിരി വൈകിയാലും മണവാട്ടി കാത്തിരിക്കും. ആമേൻ. സത്യം പറയാലോ, ഈ 10 പേരും കൂടെ വിളക്ക് കൊടുത്തോണ്ടാ പോയേ. അതിൻ്റെ അർത്ഥം വിളക്കും കൊണ്ടുപോകണം. എന്തിനെ? മണവാളനെ എതിരേക്കാൻ. ആ വിളക്ക് നീയാ. തെളിയേണ്ട സമയത്ത് തെളിഞ്ഞാലേ മണവാളനെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ആമേൻ, വിളക്ക് ഉണ്ട് എന്ന് സത്യം, പക്ഷെ എണ്ണ ഇല്ലെങ്കിൽ ചിലതിന് കത്താൻ കഴിയത്തില്ല. ആമേൻ. അർദ്ധരാത്രിയായി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമുക്ക് സംഭവിക്കുന്ന പോലെ അവർക്ക് സംഭവിച്ചു. എന്നാ സംഭവിച്ചു? നടന്നു വന്ന ക്ഷീണമല്ലയോ? ഇവർ കിടന്നങ്ങ് ഉറങ്ങി. പത്രോസ് ഉറങ്ങി. പിന്നെയാണ് നമ്മൾ ആ മല കയറിയപ്പോൾ മറുരൂപ മലയിൽ കിടന്ന് യോഹന്നാൻ ഉറങ്ങി. പിന്നെയാണ് നമ്മൾ. ആമേൻ. ഈ മണവാട്ടി എന്ത് ചെയ്തു? മണവാട്ടി 10 പേരും കൂടെ പറഞ്ഞ് ഇരുന്നിരുന്ന് തളർന്നു, ക്ഷീണമാ, ഇച്ചിരി കിടന്നങ്ങ് ഉറങ്ങി. അർദ്ധരാത്രി ആയപ്പോൾ മണവാളൻ്റെ സമയത്ത് വന്നു. ബൈബിൾ പറയുന്നു 10 എണ്ണവും ചാടി എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി. അപ്പോൾ 10ൻ്റെ കയ്യിൽ എന്തുണ്ട്? വിളക്കുണ്ട്. വിളക്ക് 10ഉം കൊളുത്തിയെന്ന സത്യമാണ്, 10ഉം കത്തിയെന്ന സത്യമാണ്. പക്ഷേ 5 വിളക്ക് പെട്ടെന്ന് അണഞ്ഞുപോയി. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് അണയുന്ന വിളക്കുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഈ വരവ് വൃഥാവാക്കരുത്. ചില എണ്ണ അതിനകത്ത് നിറയ്ക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നീ നിന്നു പോകത്തില്ല. കർത്താവിൻ്റെ വരവിൽ നീ വെളിയിലായി പോകത്തില്ല. നിന്നെ കർത്താവ് സ്വീകരിക്കും. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഇന്ന് രാത്രി വിളക്കുകളിൽ നിറയട്ടെ. ഹല്ലേലൂയ. ആമേൻ. വിളക്കിനകത്ത് എണ്ണ വേണം. 10 പേരും കത്തിച്ചു, പക്ഷെ 5 എണ്ണം അണഞ്ഞു. ഈ 5 പേര് പിന്നെയും കത്തിച്ചു, അത് പിന്നെയും അണഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള 5 പേര് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ കത്തുന്ന ഞങ്ങളുടെ അടുത്തുനിന്ന് ഈ വിളക്കിനെ ഒന്ന് ഉയർത്തി നോക്ക്. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടെ. ആ കത്തുന്ന വിളക്കിൻ്റെ അടുത്ത് ഇരുന്നപ്പോഴേ മനസ്സിലായേ വിളക്കാണ്, പക്ഷെ അകത്ത് എണ്ണയില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു ദൂത് പറയുക. 1965 പ്രാപിച്ച അഭിഷേകം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കരുതേ. ഇടയ്ക്കൊന്നും നോക്കണം വിളക്കിനകത്ത് അതുണ്ടോ അതോ തീർന്നോ എന്നോ. ഇന്നൊരു രാത്രി 2000-ലെ അഭിഷേകം കൊണ്ട് ഇന്ന് ഇരിക്കരുത്. തമ്പുരാൻ പറയുന്നു, അത് വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്, അത് കെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതിനകത്തൊരു നിറവ് വെളിപ്പെട്ടാൽ, അർദ്ധരാത്രിയിൽ നീ മണവാളനെ എതിരേൽക്കാൻ നിൽക്കുന്ന സമയത്ത് നീ എന്ന വിളക്ക് അത് തേജസ്സോടെ, ഹല്ലേലൂയ, അത് തേജസ്സോടെ നിൽക്കും. ഗ്ലോറി. കരങ്ങളെ ഉയർത്തിയിട്ടൊരു ഹല്ലേലൂയയോടെ പറ. ആമേൻ. അത് തേജസ്സോടെ നിൽക്കും. അപ്പോൾ വിളക്കിൽ എണ്ണയുണ്ടോ ഇല്ലയോ എന്ന് കത്തുന്നവൻ്റെ അടുത്തിരുന്നാലേ അറിയാവൂ. ഒരു സ്വത്രം കൂടെ പറ. നിങ്ങൾ കത്തുന്നവൻ്റെ അടുത്തിരിക്കാത്തതുകൊണ്ടാ
അകത്ത് എണ്ണയുണ്ടോ ഇല്ലയോ എന്നറിയാത്ത എത്ര പേർക്ക് ഇത് പിടിയിട്ടൊന്നും അറിയത്തില്ല. ഒരു വിളക്കിനെ ചുമ്മാ പൊക്കി നോക്കിയാൽ കാണത്തില്ല, വെളിച്ചത്തിൽ വെച്ച് നോക്കിയാലേ അറിയാവൂ ഈ കുപ്പിക്കകത്ത് എണ്ണയുണ്ടോന്ന്. ശരിയല്ലേ? കുപ്പിക്കകത്ത് എണ്ണയുണ്ടോന്ന് അറിയണമെങ്കിൽ അത് വെളിച്ചത്തോട് ചേർത്ത് വെക്കണം. പരിശുദ്ധാത്മ പറയുന്നു, ഇടയ്ക്കൊക്കെ ആരാധിക്കുന്നവന്റെ അടുത്തൊന്ന് ഇരുന്ന് നോക്കണം, നിന്നിൽ എത്ര എണ്ണയുണ്ടെന്ന് അറിയണമെങ്കിൽ. ആമേൻ. ഇല്ലേൽ അങ്ങോട്ട് നോക്ക, അവനിൽ നിറയുന്നത് പോലെ ഒന്ന് നിറയ്ക്കാൻ ഇന്ന് രാത്രി നീ തയ്യാറാകാ. ആമേൻ. ആ സമയത്ത് നീ എന്ന വിളക്ക് ദേശത്ത് തെളിയട്ടെ. ആരുടെയൊക്കെ ഉള്ളങ്ങളിൽ ആത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ എണ്ണ ഇന്ന് രാത്രി സ്വർഗം നിറയ്ക്കുകയാ. വിശ്വസിക്കുന്നവൻ ഇന്ന് രാത്രി സ്വീകരിക്കട്ടെ. ദേശത്തൊരു വെളിച്ചമായി മാറാൻ, ദേശത്തൊരു വെളിച്ചമായി മാറാൻ ഇന്ന് രാത്രി സ്വർഗം നിന്നിൽ നിറയ്ക്കട്ടെ. യേശുവിൻ നാമം ചെയ്യൂ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ വിളക്കിൽ എണ്ണ അത്യാവശ്യമാണ്. അപ്പോൾ 5 പേര് മറ്റേ 5 പേരോട് പറഞ്ഞു, ഞങ്ങൾക്കും കൂടെ ഒന്ന് തരാവോ? അപ്പോൾ ഈ 5 പേര് എന്നാ പറഞ്ഞ്, ഞങ്ങളിൽ ഇപ്പോൾ പകരാനുള്ള സാധനമൊന്നുമില്ല, ഇത് പകരുന്ന ഇടം വേറെയുണ്ട്, ചെന്ന് മേടിച്ചോണം. ഒരു സ്വത്രം കൂടെ പറ. ഇന്ന് രാത്രി വല്ലതും കിട്ടുവാണെങ്കിൽ മേടിച്ചിട്ട് പോകണം. കർത്താവ് ഇന്ന് രാത്രി ഇവിടെ പകരും. ഐ ബിലീവ് ദാറ്റ്. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചില വിളക്കിനകത്ത് നിറയാൻ പോവുക. അല്ലാതെ അസമയത്ത് എന്ന് ഞങ്ങൾക്കും കൂടെ തരുമോയെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും സമയമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു പകർച്ചയുണ്ടെങ്കിൽ അത് സ്വീകരിച്ചോണം. ഇന്ന് രാത്രി ചിലത് തമ്പുരാൻ തരാൻ റെഡിയായി നിൽക്കുവാണെങ്കിൽ ചില വിളക്കുകൾ തുറന്നത് സ്വീകരിച്ചോണം. അതിനകത്തൊരു നിറവ് വെളിപ്പെട്ടാൽ ആമേൻ, തമ്പുരാൻ പറയുന്നു, ഏത് അസമയത്ത് നീ ആമേൻ ദേശത്തൊരു വെളിച്ചമായി ശോഭിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. അല്ലേ? അപ്പോൾ ഈ 5 പേരും പറഞ്ഞു, കിട്ടുന്നിടത്തുനിന്ന് മേടിച്ചോ, ഞങ്ങൾക്കിപ്പോൾ തരാനുള്ള സമയവും സാവകാശവും ഇല്ല. സത്യം പറയാമല്ലോ, ഈ 5 പേരും പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ ഇതാ വരുന്നതെന്ന് പറഞ്ഞ് എങ്ങാണ്ടോ പോയി ചെന്ന് വല്ല ഉപവാസപ്രാർത്ഥന കൺവെൻഷങ്കറുണ്ട്, എവിടെയാണെന്ന് അറിയത്തില്ല, പോയി ചെന്നിരുന്ന വിളക്കിൽ എണ്ണ നിറച്ചു. ആമേൻ. തിരിച്ചു വന്ന സമയത്ത് ഈ 5 പേരെയും കാണാനില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? 5 പേരെയും കാണാനില്ല. ഈ കിടന്ന് വിളിച്ചു, അയ്യോ ശോശാമ്മ എവിടെ പോയി? ശോശാമ്മക്ക് കയറിപ്പോയില്ലേ? ആമേൻ. സത്യം പറയാലോ, പ്രതീക്ഷിച്ച 5 പേരവിടെ ഇല്ല, ഇവരങ്ങകത്ത്. അപ്പം മണവാളിനെ വിളിച്ചു, മണവാളനെ ഞങ്ങളെയും കൂടെ. പെട്ടെന്ന് മണവാളൻ തിരിച്ചു പറഞ്ഞു, എന്നാ പറഞ്ഞേ? ഞാൻ നിങ്ങളെ എന്താ വിളക്കല്ലേ അവർ? എണ്ണ അകത്തില്ലേ? ഉണ്ട്, സത്യമാണ്, വിളക്കുമാണ്. പക്ഷെ അസമയത്തും നീ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ തമ്പുരാൻ പറയും, എനിക്ക് നിന്നെ അറിയത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സമയം പാഴാക്കാതെ ആമേൻ നീ എന്ന വിളക്കൊന്ന് തെളിയിക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ തള്ളപ്പെടുകയില്ല. ഇന്ന് രാത്രി കുടുംബം തള്ളിയാൽ കർത്താവ് തള്ളുകയില്ല, ലോകം തള്ളിയാൽ യേശു തള്ളുകയില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ആ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. യെസ്, അവൻ നിന്നെ തള്ളുകയില്ല. യേശുവിന്റെ നാമത്താൽ ജയം. ആമേൻ. ഹല്ലേലൂയ. അവൻ തള്ളുകയില്ല. ആത്മാവാരുടെയൊക്കെ ശക്തമായി പറയുവാണ്, വിളക്കിൽ എണ്ണയുണ്ടെങ്കിൽ കർത്താവ് ചിലത് കത്തിക്കും. ആമേൻ. ഇനി ഞാൻ ആ പ്രസംഗത്തിൻ്റെ 1ാമത്തെ പോയിന്റ് നിൽക്കുന്നേ ഉള്ളൂ. ഈ സ്ത്രീ നഷ്ടപ്പെട്ട ദ്രഹ്മ തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്തു? വിളക്ക് കത്തിച്ചു. ശരിയല്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയോ? വിളക്ക് എന്ത് ചെയ്തു? കത്തിച്ചു. നീ ആകുന്ന വിളക്ക് കത്തിയാൽ വീടിനകത്തെ നഷ്ടം നികന്നു വരും. നിന്റെ തലമുറ പറഞ്ഞ കേൾക്കാതെ പോവുകയാണോ? നീയാകുന്ന വിളക്കൊന്ന് തെളിഞ്ഞു വാ, വീട്ടിനകത്തെ തലമുറ തിരികെ വരും. നിന്റെ കുടുംബനാഥൻ പറഞ്ഞ കേൾക്കാതെ നടക്കുവാണോ? നീയാകുന്ന വിളക്കൊന്ന് തെളിഞ്ഞു വാ, നിന്റെ കുടുംബനാഥൻ തിരികെ വരും. നിന്റെ ഭാര്യ ആമേൻ ഫലപ്രദമായി മുന്തിരിവള്ളി ആകേണ്ടടുത്ത ഇന്ന് ഫലമില്ലാത്ത അനുഭവത്തിലാണോ? നീയാകുന്ന വിളക്കൊന്ന് തെളിഞ്ഞു വാ, ചിലത് തിരിഞ്ഞു വരും. ആമേൻ. 1 വിളക്ക് കത്തിക്കണം, 2 വീട് വൃത്തിയാക്കണം. എന്താ പറഞ്ഞേ? ശുദ്ധീകരണം. അടുത്തിരിക്കുന്ന കൈയൊന്ന് കൊടുത്തിട്ട് പറ, 2ാമത് ശുദ്ധീകരണമാണ്. ശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. ആമേൻ. മറക്കല്ലേ ഈ 3 കാര്യവും. 1, വീടിനകത്തെ നഷ്ടം നികന്നു വരണമെങ്കിൽ വിളക്ക് കത്തണം. 2, ഈ മാതാവ് ചെയ്ത പരിപാടി വീട് ശുദ്ധീകരിച്ചു.
ബൈബിൾ ഇങ്ങനെ പറഞ്ഞ അടിച്ചു വാരി വൃത്തിയാക്കി. ആമേൻ. ചില വീട് വൃത്തിയാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ ചിലരൊക്കെ പറയുക, പാസ്റ്ററെ ജോലിക്കാരെ വിളിച്ചിട്ട് വന്നില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ആമേൻ. വീട് നീ തന്നെ, നിന്റെ ജീവിതത്തിൽ ചില ശുദ്ധീകരണങ്ങൾ വെളിപ്പെടണം. മനസ്സിലാവുന്നെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. അപ്പോൾ ചോദിക്കും, എന്നാ ശുദ്ധീകരണം? ആ ശുദ്ധീകരണത്തിന് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മറഞ്ഞു കിടക്കുന്നുണ്ട്. കള്ളും കഞ്ചാവും അടിച്ചേച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ തമ്പുരാൻ പറയും, ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന്. പാപത്തിൻ ചെയ്തിട്ട് പാപം പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചേച്ച നീ ദൈവപാദപീഠത്തിൽ മുട്ടുമടക്കിയ തമ്പുരാൻ പറയും, എങ്ങനെയാടാ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരിക? ഇന്ന് രാത്രി സ്വർഗം പറയുക, വേണ്ടാത്ത ചിലത് ജീവിതത്തോടും സ്വഭാവത്തോടും പറ്റിച്ചേർന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഒരു ശുദ്ധീകരണം നിന്റെ വീട്ടിനകത്ത് വെളിപ്പെട്ടാൽ ചില അശുദ്ധിയുടെ അകത്ത് നിന്ന് നഷ്ടപ്പെട്ട ചില ദ്രഹ്മകൾ തിരികെ വരാൻ പോവുകയാ. വിശ്വസിക്കുന്നവരോട് ഇന്നു രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുകയാ. അവൻ വേണ്ടാത്ത വലിച്ചെറിയേണ്ട ചില പാപത്തിന്റെ ശക്തികൾ ഇന്നു രാത്രി വലിച്ചെറിയ. നഷ്ടം നികന്നു വരൂ, നഷ്ടം നികന്നു വരൂ. ഗ്ലോറി. ശുദ്ധീകരണം വെളിപ്പെടണം. ആമേൻ. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പെട്ടെന്നോടൊന്ന് പറയുക, സമയം ദീർഘിച്ചു പോയി. അതുകൊണ്ടാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ടു കിട്ടുന്നത് വരെ എന്തു ചെയ്യും? അന്വേഷിക്കും. അതിനൊറ്റ വാക്കിൽ ഞാനൊരു മറുപടി പറഞ്ഞു, ക്ഷമ വേണം. ഒരു സ്തോത്രം കൂടെ പറ. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ അടുത്തൊരാളിന് കൈ കൊടുത്തിട്ട് പറയണം, ക്ഷമ വേണമെന്ന് പറ. ക്ഷമ വേണം. ആമേൻ. കൺവെൻഷൻ ഗ്രൗണ്ടിൽ പോകുമ്പോൾ എന്നാ കിട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ പറയണം, അടുത്തൊരാൾ ഇപ്പുറത്തെ ക്ഷമ തന്നെന്ന് പറയണം. അടുത്തിരുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു, ക്ഷമ തന്നെന്ന് പറയണം. അത്രയും മതി, രക്ഷപ്പെടും നിങ്ങൾ. കരങ്ങൾ വീഴ്ത്തിയിട്ട് ഒരു ഹല്ലേലൂയ പറ. ചില നഷ്ടപ്പെട്ടത് തിരിച്ചു വരണമെങ്കിൽ എന്നാ വേണം? ക്ഷമ. ക്ഷമ ഉണ്ടെങ്കിലേ കാത്തിരിക്കാൻ പറ്റൂ, അല്ലേ? ക്ഷമ ഉണ്ടെങ്കിലേ ശരിയല്ലേ? ഒരാൾ പറയുക, ഇന്ന് രാത്രി 7 മണിക്ക് ഞാൻ അവിടെ വരും, നീ അവിടെ നിൽക്കണം. ഇവിടെ 7 8 നമ്മളെന്ത് ചെയ്യും? പുള്ളിക്കാരൻ വരാതിരിക്കട്ടെ, ഞാൻ പോവുക. കാരണം എന്താ? അതിലധികം നമുക്ക് ക്ഷമയൊന്നുമില്ല. ക്ഷമ വേണം. എന്തിനുള്ള ക്ഷമ? കിട്ടുന്നത് വരെ പുറകെ നടക്കാനൊരു ക്ഷമയുണ്ടാവണം. ഇന്ന് രാത്രി ചില മാതാപിതാക്കളോട് സ്വർഗം പറയുക, നീ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുമെങ്കിൽ നിന്റെ തലമുറയാകുന്ന ദ്രഹ്മ നിന്റെ കൈ വരാൻ പോവുക. നിന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ നിന്റെ കരത്തിൽ വരാൻ പോവുക. ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ കമോൺ, ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ചില ദ്രഹ്മകൾ തിരികെ 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 വിലപിടിപ്പുള്ള ചിലത് നിന്റെ കരത്തിലേക്ക് തിരികെ വരും. ചിലത് തിരികെ വരാൻ സമയമായി. അതിനാവശ്യം നിന്റെ ക്ഷമയാ. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ചിലർ പറയും 3 പ്രാവശ്യം ക്ഷമിക്കണം. ബൈബിളിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ചിലർ ചോദിച്ചു, എത്ര വട്ടം ക്ഷമിക്കണം യേശുവേ? യേശു എന്നാ പറഞ്ഞു? 7 70. 7 × 70 = 490. കർത്താവേ, 80 വയസ്സിനിടയ്ക്ക് 490 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? 80 വയസ്സിനിടയ്ക്ക് 490 എന്നല്ല, ഒരു വിഷയം നിന്റെ മുമ്പിൽ വെളിപ്പെട്ട 770 ക്ഷമിക്കുക. ഒരു സ്തോത്രം കൂടെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. അത്രയൊന്നും ക്ഷമയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ആശയമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കണ്ടുപിടിക്കണോ? ക്ഷമ വേണം. ആമേൻ. ക്ഷമയുടെ നെല്ലിപ്പലക നശിച്ചു എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ നെല്ലിപ്പലക എന്നാന്ന് എനിക്ക് പിടുത്തമില്ല. ആമേൻ. ചിലർക്കൊക്കെ നന്നായിട്ടറിയാം. ആമേൻ. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ക്ഷമയുടെ പലകയൊക്കെ പൊളിഞ്ഞു പോവും, അല്ലേ? എത്ര മൊബൈലാണ് വീട്ടിൽ പൊട്ടിയേ? എത്ര പാത്രമാണ് പൊട്ടിയേ? എത്ര ഗ്ലാസ്സാണ് പൊട്ടിയേ? വീടിൻ്റെ കതവിൻ്റെ പൂട്ട് എത്ര എണ്ണം മാറ്റി? ഒരു സ്തോത്രം പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ആമേൻ. ക്ഷമയുണ്ടെങ്കിലേ പുള്ളിക്കാരൻ വരൂ. ക്ഷമയുണ്ടെങ്കിലേ തലമുറ വരൂ. ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 2 കൊല്ലം, ചിലപ്പോൾ 10 വർഷം,
ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ പറയുക, കണ്ടെത്തുന്നത് വരെ നീ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ദേശത്തിനകത്തുനിന്ന് നഷ്ടപ്പെട്ട് കിടക്കുന്ന ചിലത് ദൈവസന്നിധിയിൽ കയറാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഇന്നു രാത്രി ദൈവം വിളിച്ചു പറയുക, കാത്തിരിക്കുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആശയങ്ങൾ പിടികിട്ടി നിങ്ങൾക്ക്? പിടികിട്ടിയെങ്കിൽ ഒരു സ്വത്രം പറഞ്ഞേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ കൈ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആമേൻ. എന്തൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. മറക്കരുത്. ബഥേൽ ബസ്സിനകത്തെ കർത്താവ് തന്നത് മറക്കരുത്. ആമേൻ. ഒന്ന്, വിളക്ക് കത്തണം. ആത്മദാഹമുള്ളവർ, ആമേൻ, ആത്മാക്കളെ കുറിച്ചുള്ളൊരു എരിവുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, നീ കത്തിയേ പറ്റൂ. ഈ വിളക്ക് നിങ്ങളാ. അണഞ്ഞു കിടക്കുന്ന ചിലതിന് ഇന്ന് രാത്രി സ്വർഗം കത്തിക്കുന്ന രാത്രിയാ. അണഞ്ഞു കിടക്കുന്ന ചിലതിന് ഇന്ന് രാത്രി സ്വർഗം അതിനെ തെളിയിക്കുന്ന രാത്രിയാ. വൈശസ്യ റിവൽക്കമന ഘടക ശന്തൽ പ്രൗഢിബിരി ഘടക രക്ഷസ്കമന ഘടകസി ആരുടെ ദൈവാത്മാവ് ശക്തമായി ഇടപെടുക. പട്ടണങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ടിയവർ ഇതിനകത്തുണ്ട്. ദേശങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ടവർ ഇതിനകത്തുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആഗ്രഹമുണ്ട്, കർത്താവേ നഷ്ടങ്ങൾ തിരിച്ചു പിടിക്കാൻ എന്നെ നിർത്തണമെന്ന്? ഉണ്ടോ? നീ പറഞ്ഞിട്ടും കണ്ടെത്താൻ ശ്രമിച്ചിട്ടും കണ്ടെത്താതെ കിടക്കുന്ന ചിലർ ദേശങ്ങളിൽ കിടക്കുക. മദ്യത്തിനും പാപത്തിന്റെ അഴുക്കുചാലിലും വീണ് പലതും കിടക്കുമ്പോ കർത്താവ് നിന്നോട് പറയുക, നീ വേറൊന്നും ചെയ്യണ്ട, നീ എന്ന വിളക്കൊന്ന് കത്തിയാൽ മാത്രം മതി. ചിലതെല്ലാം പാപത്തിന്റെ കുഴിയിൽ നിന്ന് തിരികെ വരാൻ പോവുകയാ. ഈ ദേശത്തോടും സ്വർഗം പറയുന്നു, ഈ ബഥേൽ ബസ്സിനകത്തെ ചില യൗവനക്കാരെ ചിലതിന് സ്വർഗം അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ ഇന്ന് രാത്രി താല്പര്യപ്പെടുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സമർപ്പിക്കുക. ഒരു മഹത്വം നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാ. യേശുവിൻ നാമത്താൽ ജയം. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുക. അസാധാരണമായ ദൈവശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ചലിക്കാൻ പോവുകയാ. നീ എന്ന വിളക്കിനെ കട്ടിലിന്റെ കീഴെ വെക്കാൻ കർത്താവിന് ഉദ്ദേശമില്ല. ദേശത്തിന്റെ നടുവിൽ നിർത്താൻ, മേശയുടെ പുറത്ത് വയ്ക്കാൻ, തണ്ടിന്മേൽ വയ്ക്കുവാൻ, പട്ടണങ്ങളുടെ ഒത്ത നടുവിൽ നിർത്താൻ ഇന്ന് രാത്രി സ്വർഗം താല്പര്യപ്പെടുക. ആരൊക്കെയോ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവനെ സ്വർഗം തെളിയിക്കുന്ന രാത്രി. വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ എണ്ണ ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രി. നിന്റെ സഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടു പോയ ചിലതിന് തിരിച്ചു പിടിക്കാൻ ഇന്ന് രാത്രി നീയാകുന്ന വിളക്ക് തെളിയട്ടെ. നിന്റെ ദേശത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ നീയാകുന്ന വിളക്ക് ഇന്ന് രാത്രി സ്വർഗം തെളിയിക്കട്ടെ. യേശുവിൻ നാമത്താൽ ജയം. ആമേൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊരു വിളക്കാകണം, നഷ്ടപ്പെട്ടു പോയ ബ്രഹ്മ തിരിച്ചു പിടിക്കണം? ഇതെല്ലാരെ കൊണ്ടും പറ്റത്തില്ല. ആത്മഭാരം ഉണ്ടെങ്കിലേ പറ്റൂ, കാത്തിരിക്കാൻ ഒരു ക്ഷമയുണ്ടെങ്കിലേ പറ്റൂ, ശുദ്ധീകരിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിലേ പറ്റൂ. ഇന്ന് രാത്രി നഷ്ടം നികന്നു വരണോ? ആമേൻ. ഇന്ന് രാത്രി ഞാൻ എടുത്തത് ഒരു സ്ത്രീ തിരിച്ചു പിടിച്ച കാര്യമാ. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിൽ ഞാൻ പറയുക, ചില സഹോദരിമാരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്ന രാത്രിയായത്. നിങ്ങൾ വിചാരിച്ചാലും വീട്ടിനകത്ത് ചില നഷ്ടങ്ങൾ നികന്നു വരാൻ പോവുക. ആത്മാവ് ആരുടെയൊക്കെ ദൂതായി കൈമാറുകയാണ്. സഹോദരിമാരെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിങ്ങൾ വിചാരിച്ചാലും ആ വീടിനകത്ത് ഇരുട്ട് മറച്ചു പിടിച്ചേക്കുന്ന ചിലത് ഇന്നൊരു രാത്രി വെളിച്ചത്തിലേക്ക് തിരികെ വരാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മഹത്വത്തെ നിങ്ങളുടെ മേൽ കൈമാറാൻ കർത്താവ് തയ്യാർ. ഓ റാകാബാസെക്കേരിയ റീമന ഷെക്കേനിയ അന്തൽ പ്രൗഢിബിരി ഘടകസേ അത്യുന രക്ഷസ്കമന ഘടകസേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിശക്തമായി ചിലതിനോട് പറയുക, ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുക, വെളിപ്പെടാൻ പോവുക. ദേശങ്ങൾക്ക് വിളക്കാകട്ടെ. അവൻ യൗവനക്കാര് നിങ്ങളെ വിളക്കാക്കി ദേശത്ത് ദൈവം നിർത്താൻ ഈ രാത്രി തയ്യാറാ.
വാവ്. ശക്തമായി പരിശുദ്ധ പറയുന്നു, നിങ്ങളുടെ ശബ്ദം ദേശത്ത് അനേകരെ പിടിക്കുന്ന ശബ്ദമായി മാറാം. നിങ്ങളുടെ ശബ്ദം ദേശത്ത് അനേക ദൈവ പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്ന ഒരു വോയിസ് ആക്കി. ഓ, തൊടുക, ദൈവം തൊടുക. ഇന്ന് രാത്രി അസാധാരണമായ ദൈവ സാന്നിധ്യം എവിടേക്കോ വെളിപ്പെടുന്നുണ്ട്. Now you receive the anointing. Riba Shantunia, Rakshas Kamanagadagas. നിയോഗങ്ങളുടെ രാത്രി. ഓ, നിയോഗങ്ങളുടെ രാത്രി സ്വർഗം നിന്നോടായി പറയുന്നു, ദൈവത്തിന്റെ പദ്ധതി. ഓ ഓ, പിടിച്ചോടെ, ആ സഹോദരി പിടിച്ചോ. ഇൻ മൈറ്റി പവർ, അസാധാരണമായ ചില നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കാൻ നിന്നെ സ്വർഗം കാണുകയാ. ഈ രാത്രിയിൽ നീ സമർപ്പിക്കുമെങ്കിൽ ദേശങ്ങൾക്ക്, സഭയ്ക്ക് അവൻ നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കുന്ന ഒരു വ്യക്തിയാക്കി ദൈവം നിന്നെ നിർത്താൻ പോവാ. വൈശസിയ റീബ ലഖമ വൈഡം ജനാദര റീഗൽ കമനഗഡഗസി ഇൻ മൈറ്റി നെയിം ഓഫ് ജീസസ് റിഖബ ഷകേനിയ. യേശുവിൻ നാമം ജയ, യേശുവിൻ നാമം ജയ. വെറുതെയല്ല നിങ്ങളെ വിളക്കായി നടുവിൽ നിർത്തിയിരിക്കുന്നത്. ഒരു പട്ടണം ശോഭിക്കട്ടെ. റബ ശന്തൽ കമനഗഡഗസി. ബെതേൽ പെസ്റ്റിനോട് ദൈവാത്മാവ് പറയുന്നു, കുറ്റിച്ചല് ശോഭിക്കാനല്ല, തിരുവനന്തപുരത്തൊരു വിളക്കല്ല. ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ത്യയുടെ നെറുകയിൽ തന്നെ ശോഭ വെളിപ്പെടുത്തുന്ന ഒരു വിളക്കാക്കി സ്വർഗം നിങ്ങളെ മാനിക്കുന്ന സമയം ആസന്നമാവുക. ഓ, വൈശസ്യ റിവൽക്കമനഘടകം അത്യുന രക്ഷസ്കമനഘടകസേ. യേശുവിൻ നാമത്താൽ ജയ. ഇന്ന് രാത്രി ആരുടെയൊക്കെ ദൈവാത്മാവ് ശക്തമായി പ്രവചിക്കുകയാണ്, നീ വിളക്ക, നീ വിളക്ക. ഇന്നലെ ഇരുന്നത് കട്ടിൽ കീഴയാ, പക്ഷെ ഇനി നിന്നെ വയ്ക്കുന്നത് തണ്ടിന്റെ പുറത്ത്. ഓ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. വലിയ നിയോഗങ്ങൾക്കുള്ളവർ ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്നുണ്ട്. നീ മുറിക്കകത്തെ വെളിച്ചമല്ല, അത് ഇന്നലെയാ. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, മുറിക്കകത്തൊതുങ്ങേണ്ട വിളക്കല്ല, ചിലത് ഹൈമാസ്റ്റ് ലൈറ്റ് പോലെ പട്ടണത്തിന്റെ നടുവിൽ. വാവ്. ഓ, യെസ് 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 യെസ്. ദൈവ തേജസ് ഈ രാത്രി നിന്റെ മേൽ. പവർ ഓഫ് ഗോഡ്. കഥടെ തീ തൊടുന്ന പോലെ ചില ശരീരങ്ങളെ ദൈവ തേജസ് നിറയ്ക്കുകയാ. നിറയ്ക്കുക, നിറയ്ക്കുക, നിറയ്ക്കുക. ശക്തമായി പരിശുദ്ധ പറയുന്നു, തേജസ്സിന്റെ അനുഭവങ്ങൾ നിന്നിൽ വെളിപ്പെടാൻ പോവുക. തേജസ്സിന്റെ അനുഭവങ്ങൾ നിന്നിൽ വെളിപ്പെടാൻ പോവുകയാ. ചില നിയോഗങ്ങൾക്കായി സ്വർഗം ചിലതിനൊക്കെ കാണുന്നുണ്ട് ഇതിനകത്ത്. സ്വർഗം കാണുന്നുണ്ട്, സ്വർഗം കാണുന്നുണ്ട്. നീ അണഞ്ഞാലും സ്വർഗം നിന്നെ നിർത്താൻ പോവുക, കത്തിച്ച് നിർത്താൻ പോവുകയാ. ഇന്നൊരു രാത്രി ഏലിയാവ് ചൂരച്ചെടിയുടെ തണല് അണയാനുള്ളതല്ല, നീ എന്ന വിളക്ക ഒരു ശാബാത്തിന്റെ മകനെ വയലെ ചെന്ന് പൊക്കിയെടുക്കേണ്ട നിയോഗം ചിലതിന്റെ മേൽ കൈമാറുകയാ. വൈശസ്യ റിബൽക്കമനഘടക ശൈഡിബിരിഘടകസി ഇൻ മൈറ്റി പവർ. വാവ്. ശക്തമായി പരിശുദ്ധാത്മ പറയുന്നു, ചില വിളക്കുകളെ സ്വർഗത്തിന്റെ കരം തൊടുകയാ. മനുഷ്യനല്ല കത്തിക്കുന്നത്, മനുഷ്യനല്ല തെളിക്കുന്നത്. പരിശുദ്ധൻ ഇന്നു രാത്രി നിന്നെ തൊട്ടാൽ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെങ്കിൽ ആ തേജസ് ഇന്നു രാത്രി നിന്റെ മേൽ പ്രകാശിക്കട്ടെ. ഓ, the holy power. വൈശസ്യ റീബൽ കമനഘടക ശൈഡിബിരിഘടകസി അന്തൽ കമനഘടക ശൈഡിബിരിഘടകസി. യേശുവിന്റെ നാമം ജയ. ആത്മാവ് ഇന്ന് രാത്രി ശക്തിയോട് ഇടപെടുക. ഒരു കൂട്ടം പേരെ പരിശുദ്ധാത്മാവ് ഇതിനകത്തുനിന്ന് വിളക്കാക്കി നിർത്താൻ പോവുക. ഒന്നല്ല, ഒരു വിളക്ക് കത്തിച്ചാൽ ഒരു വീട് പ്രകാശമാകുമെങ്കിൽ
ഒരു കൂട്ടം വെളിച്ചം ഒരുമിച്ച് പ്രകാശിച്ചാൽ സംഭവിക്കുന്നത് പട്ടണങ്ങൾ പിടിക്കപ്പെടാൻ പോകുക, ദേശങ്ങൾ പിടിക്കപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു രാത്രി അതിന്റെ ഒരു കൈമാറ്റം സ്വർഗം ഇതിനകത്ത് കൈമാറട്ടെ. Wow! Receive the power. തൊടുക ദൈവം, തൊടുക ദൈവം, തൊടുക. ആരുടെക്ക് വല്ല മഹത്വത്തിന്റെ ശക്തി ചലിക്കുക. Receive the power. Ragalaba ragasiyathana. Rakshas kamanagadagusi. Rantunia rakshas kamanagadagusi. Vidal proudibiri kadagarathenia. Riba lakama sekenia. ഇന്ന് രാത്രി മഹത്വം വെളിപ്പെടുക, മഹത്വം വെളിപ്പെടുക. എനിക്കറിയാം 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതത്തിൽ മോശ ഇരുന്നിട്ട് കീഴോട്ടിറങ്ങി വരുമ്പോൾ 6 ലക്ഷം ഇസ്രായേൽ ജനവും മോശയെ കണ്ടിട്ട് കണ്ണ് പൊത്തിക്കളഞ്ഞത് അവന്റെ മേൽ വെളിപ്പെട്ട ഒരു തേജസ് നിമിത്തമാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗ്ഗം ഈ തലമുറകളോട് വാക്കു പറയുന്നു. തേജസ്സിന്മേൽ തേജസ്. Wow, wow, wow. Rakabashikenia. Rimana hatonia rakshaskamanagadagasi. Tejasinmel. Tejasa. Nindamel prakashikamowa. Vaida rakabashi. Ralkamanagadaga shaidibirigadagasi. Hallelujah. വിളക്കായി തെളിയണം. വിളക്കായി ഉണ്ടോ? നിങ്ങൾ ബഥേൽ ഫെസ്റ്റിലെ പാട്ടുകാരല്ലേ? അല്ലേ? പരിശുദ്ധാത്മ പറയുന്നു വിളക്ക് പോലെ. നിങ്ങളുടെ ശബ്ദം ഒരു വിളക്ക് പോലെ തെളിയും. ദാവീദ് പാടിയപ്പോ ചെറിയ ഭൂതമല്ല പോയെ, രാജാവിൻ്റെ ഭൂതമാവിട്ടെ. എന്തോ ഒരു നിയോഗം വന്നോണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ദാവീദ് പാടിയപ്പോ കാട്ടി കിടന്നവന്റെ ഭൂതമല്ല വിട്ടെ, കൊട്ടാരത്തിയിരുന്നവന്റെ ഭൂതം വിട്ടു. എന്നൊരു ദൂത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏൽപ്പിക്കാൻ പറയുക. ഈ പാട്ട് കേട്ട് ഒരിക്കൽ ഭൂതം പോയി കഴിഞ്ഞപ്പോ രാജാവ് ആളെ വിളിച്ചിട്ട് പറയുക, ഇന്നലെ പാടിയവനെ കൊണ്ടുവാ. ബഥേൽ ഫെസ്റ്റിന്റെ അകത്ത് പാടുന്നവരെ നോക്കി ദൈവാത്മാവ് പ്രവചിക്കുക. നിങ്ങളുടെ വോയിസിന് ആവശ്യക്കാർ വരാൻ പോവുക, ആവശ്യക്കാർ വരാൻ പോവുക. നിങ്ങളുടെ ശബ്ദത്തിന് ആവശ്യക്കാർ വരാൻ പോവുക. വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്നൊരു രാത്രി ആ മഹത്വം നിങ്ങളെ തൊടാൻ പോവുക. Oh, now you receive. മക്കളെ, നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. കർത്താവ് തൊട്ട സംഗതി മാറും. പേര് വിളിച്ചു പറയും, കൊണ്ടുവാ, പാട്ട് പാട്. ബഥേൽ ഫെസ്റ്റിന്റെ ശബ്ദം വേണം, ഇനിയും വേണം, വേണം. ആദ്യം പേര് കൈയൊന്ന് ഓർത്ത് പിടിച്ചു. 5 പേര് ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്. നിങ്ങളെ ബഥേൽ ഫെസ്റ്റിന്റെ വോയിസ് ദേശം ഒന്ന് കാണട്ടെ. വാവ്, ദേശം പ്രാർത്ഥിക്കുക. വിളക്ക് തെളിയണം. ഇത് തെളിഞ്ഞാൽ പിന്നെയും ആവശ്യക്കാർ വരും. ദാവീദേ, നീ കാട്ടിപ്പോവരുത്. നിന്നെ കൊട്ടാരത്തിലേക്ക് ക്ഷണം വരിക. ഇന്ന് രാത്രി ആ ദൂത് ഈ യൗവനക്കാരുടെ മേൽ കൈമാറുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ ശബ്ദം ഈ ബഥേൽ വോയിസിനകത്ത്, ബഥേൽ മിനിസ്ട്രിക്കകത്ത് ആവശ്യക്കാർ വരുമാറ്. സ്വർഗം നിങ്ങളെ ഒരു വിളക്കായി സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ആ മഹത്വത്തെ ഈ രാത്രി ഈ തലമുറകളുടെ മേൽ പകരട്ടെ. വാവ്, തൊടുക, തൊടുക, തൊടുക. റാം ഷാഥ റകബസെ. In mighty power, in mighty power, in mighty power. യേശുവിൻ നാമത്തിൽ ജയ. ഓ റകബസെ. Oh, receive power. തൊടുക, തൊടുക. Power, power. ഓ, സാധാരണമായൊരു കരുത്തുന്ന രാത്രി നിങ്ങളുടെ മേൽ വെളിപ്പെടുക. Power. Oh, oh, oh. Receive the anointing.
ഒരു ജനറേഷൻ എഴുന്നേക്കാൻ പോവാ. ഒരു ജനറേഷൻ എഴുന്നേക്കാൻ പോവാ. ഈ ബദൽ വോയിസിനകത്ത് നിങ്ങളുടെ വോയിസിന് വേണ്ടി ആവശ്യക്കാർ ഈ തലമുറകളെ വരെ ഉപയോഗിക്കുന്ന തലങ്ങൾ യേശുവിൻ നാമം ചെയ്യാം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഈ രാത്രി ചലിക്കട്ടെ. സ്വർഗം ഉപയോഗിക്കാൻ പോവുക. ദൈവം നിങ്ങളെ ഉപയോഗിക്കുക ഒരു വിളക്ക് പോലെ അണയ്ക്കാനല്ല. സ്വർഗം പല കുടുംബങ്ങൾക്ക് നിങ്ങളുടെ തേജസ്സോടെ മകത്വം തൊടുന്ന രാത്രിയായി ഇന്ന് വലിയൊരു ഇമ്പാർട്ടേഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആർക്ക് കൊതിക്കുന്നുണ്ട് ചില വിളക്കുകൾ തെളിയണമെന്ന്? ആർക്ക് കൊതിക്കുന്നുണ്ട് ചില വിളക്കുകൾ തെളിയണമെന്ന്? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ ആ തേജസ് ചലിക്കുന്ന രാത്രി. Receive the power. Receive the power. Receive the power. Receive the power. ശക്തിയെ സ്വീകരിക്കുക. Power. Power. Wow, wow, wow. മകത്വം തൊടുന്ന രാത്രി, സാന്നിധ്യം തൊടുന്ന രാത്രി, അഭിഷേകം നിറയുന്ന രാത്രി, ചില വിളക്കുകൾക്ക് എണ്ണ നിറയുന്ന രാത്രി. നിറയുന്ന രാത്രി, നിറയുന്ന രാത്രി. Come on. നിറയുന്ന രാത്രി. നിറയുന്ന രാത്രി, നിറയുന്ന രാത്രി. കുഞ്ഞു തലമുറകളുടെ വരെ നിറയുന്ന രാത്രി. പതിനെ പിടിച്ചോണേ. ഇന്നു രാത്രി അസാധാരണമായ നിറവുകൾ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന രാത്രി. Yes, I know that. ചില വിളക്കുകൾക്കകത്ത് എണ്ണ നിറയട്ടെ, 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 നിറയട്ടെ. Power. Sharadhara dhara dhara base. Rakshas kamanagadaga shatheni. Ribal lakamase. Antheni rakshas kade. Amen. ഒരു കൊതിയോടെ പ്രാർത്ഥിക്കുന്ന ചിലരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കാണുക. പരിശുദ്ധാത്മാവ് കാണുക. പരിശുദ്ധാത്മാവ് കാണുക. ഒരു വലിയ നിറവ ഈ മെസ്സേജിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് കൈമാറാൻ ഇന്ന് രാത്രി സ്വർഗം താല്പര്യപ്പെടുകയാണ്. യൗവനക്കാർ വിളക്ക് പോലെ തേജസ്സോടെ നിൽക്കാൻ പോവുക. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേക്കാവോ? ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ശക്തമായി പരിശുദ്ധാത്മാ പറയുന്നു, ചില വിളക്കുകൾ പട്ടണത്തെ പ്രകാശിപ്പിക്കുന്ന വിളക്കുകളാകാൻ പോവുക. വൈഡമാന ഹന്തൽ കമനകടകസി, പട്ടണങ്ങളെ പ്രകാശിക്കുന്ന വിളക്ക്. ഹെമൻ, കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന വിളക്കുകൾ സമർപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് ചിലതിനെ തെളിയിക്കാൻ പോവുക. തെളിയിക്കാൻ പോവുക. നിന്നെ ഒന്ന് തെളിയിച്ചു നിർത്തിയാൽ ഹമേൻ, ദേശങ്ങൾ ഇരുട്ടിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പോവുക. എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? അത് നിന്നിലൂടെ ചെയ്യാൻ പോവുക, നിങ്ങളിലൂടെ ചെയ്യാൻ പോവുക. ഇന്ന് രാത്രി ആ അതോറിറ്റി ചില വിളക്കുകളുടെ മേൽ വെളിപ്പെടാൻ പോവുക. ഒന്നാമത്തെ അതോറിറ്റി എന്ന് പറയുന്നത്, വിളക്ക് തെളിഞ്ഞാൽ ഇരുട്ട് മാറും. ചില ഇരുട്ടുകൾ മാറുന്ന ഒരു അധികാരം നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിനുണ്ട്. സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഇന്നു രാത്രി ഈ സമയം അത് സ്വീകരിച്ചോണം. വൈശസ്യ റീബൽ ലക്കമസേ അന്തൽ കമനകടക ഷൈഡിബിരികടകസി. കൊതിയുണ്ടോ? അപ്പ എനിക്കൊരു വിളക്കാകണം. കൊതിയുണ്ടോ? എനിക്കൊരു തേജസ്സുള്ള വിളക്കാകണം. ആർക്ക് കൊതിയുണ്ടോ? ചില കൈകളൊക്കെ ഞാൻ കാണുക. മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തോട്ട് നിൽക്കാം.
മനസ്സുണ്ടെങ്കിൽ വാ 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 വാ. ആ വന്നേ വന്നേ വന്നേ, അവിടെ നിന്നോ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. മനസ്സുണ്ടെങ്കിൽ യൗവനക്കാരെ, ആത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ തൊടുന്ന രാത്രിയാ. ഓ നിന്നോ, അവിടെ നിന്നോ, അവിടെ നിന്നോ. പക്ഷേ ഇങ്ങോട്ട് കല്ലുണ്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ട് നിന്നോ. പുറകുന്ന സഹോദരിമാർക്ക് ഇങ്ങോട്ട് നിന്നോ. ആരുടെക്ക് ദൈവാത്മ പറയുന്നു, വിളക്കാകാൻ പോവാ. നിന്നെ വിളക്കാക്കി ദൈവം ദേശത്ത് നിർത്താൻ പോവാ. വിളക്കാക്കി ദൈവം ദേശത്ത് നിർത്താൻ പോവാ. മതി 5 വിളക്കെങ്കിൽ 5 വിളക്ക്. തമ്പുരാൻ തെളിയിച്ചാൽ അത് മതി, പട്ടണം തെളിയും. ഓ ആ ക്യാമറയുടെ അടുത്ത് ആളുണ്ടോ? അല്ലെങ്കിൽ ക്യാമറയുടെ കൈയും കാലും പോവും. വാവ് ഷാറധോനിയ റൽഖാമ ഷെഖേനിയ. വളണ്ടിയേഴ്സ് ആരെങ്കിലും ഒന്ന് ഓ റോഖോ ബോ ഷെഖേനിയ. ഞങ്ങളുടെ സഹോദരിമാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിച്ചോണേ. റാം ഷാഥ റാഖ ബഷെഖേനിയ. ഓ റാഖ ബഷെഖേനിയ. ഇന്ന് രാത്രി ഒരു ഭയങ്കര നിറവ് നിങ്ങളിൽ സംഭവിക്കാൻ പോവുക. ഒരു ഇമ്പാർട്ടേഷൻ നടക്കും. വിളക്കാണെങ്കിൽ കത്തുക മാത്രമല്ല, അതിനകത്തൊരു അതോറിറ്റി ഉണ്ട്. എപ്പോഴാണോ നീ തെളിയുന്നത് അപ്പോൾ ഇരുട്ട് മാറും. ഓ ഈ നിരയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുക, എപ്പോഴാണോ തെളിയുന്നത് അന്നേരം ഇരുട്ട് മാറും. അത് പ്രകൃതിയുടെ ഇരുട്ടല്ല, അത് പൈശാചികന്റെ ആധിപത്യങ്ങളാ. വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ ഇന്നു രാത്രി സ്വർഗ്ഗമയ അതോറിറ്റിയെ ചേർന്ന് രാത്രി ഒരുമിച്ച് കരത്തെ അടിച്ച് ഓ ഓ ഓ ശരധരധര Fire of God! Oh! Fire of God! Ah! Oh! ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ആസ്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ. ആദ്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ,
തുറക്കണത നീട്ടിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയെന്നു സൈന്യത്താലല്ല സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം മുത്തോളമല്ല അരയോളം പോല വലിയൊരു ജീവൻ നദിയൊഴുകാം മുത്തോളമല്ല അരയോളം പോല വലിയൊരു ജീവൻ നദിയൊഴുകാം കടപ്പാൻ വയ്യാത്ത നീളവയെന്നു തുറക്കണത നീട്ടിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീളവയെന്നു തുറക്കണത മുത്തോളമല്ല അരയോളം പോല വലിയൊരു ജീവൻ നദിയൊഴുകാം മുത്തോളമല്ല അരയോളം പോല വലിയൊരു ജീവൻ നദിയൊഴുകാം കടപ്പാൻ വയ്യാത്ത നീളവയെന്നു തുറക്കണത നീട്ടിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീളവയെന്നു തുറക്കണത പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം മാറിഞ്ഞമാറേണം ജനമുണർന്നു വേഗം ചെയ്യുവാൻ പിന്മഴ നൽകേണം മാറിഞ്ഞമാറേണം ജനമുണർന്നു ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലല്ല സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലല്ല ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം പെന്തക്കോസ്തുനാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം മാലിന്യം മാറേണം ജനമുണർന്നു വേഗം ചെയ്യുവാൻ പിന്മഴ നൽകേണം മാലിന്യം മാറേണം ജനമുണർന്നു വേഗം ചെയ്യുവാൻ പിന്മഴ നൽകേണം മാലിന്യം മാറേണം ജനമുണർന്നു വേഗം ചെയ്യുവാൻ അന്ധകാലത്ത് സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം
അഭിഷേകം അഭിഷേകം Come on, receive the power. ആവിന്റെ അഭിഷേകം Oh, Rakabashakenia. അഭിഷേകം ചില വിളക്കുകളെ തെളിയിക്കുന്ന രാത്രി. അഭിഷേകം ചില വിളക്കുകളെ തെളിയിക്കുന്ന രാത്രി. Rabashakenia. Rikalanasakeni. In mighty power. In mighty power. ജനത്തിന്റെ മേൽ ഈ രാത്രി ആ ശക്തി വ്യാപരിക്കട്ടെ. Oh, ശക്തി വ്യാപരിക്കട്ടെ. വിളക്കുകളായി തെളിയട്ടെ. വിളക്കുകളായി തെളിയട്ടെ. വിളക്കുകളായി തെളിയട്ടെ. യേശുവിൻ നാമത്തിൽ വിളക്കുകളായി തെളിയട്ടെ. വിളക്കുകളാക്കി പരിശുദ്ധാത്മാവേ ഈ തലമുറകളെ നീ വ്യാപേൻ ഒരുക്കുന്നതിനായി സ്തോത്രം. വൈഡമാന ഷെഖേനിയ മൃഗൽക്കമനകടകസി. ആ മകളെ നോക്കി പരിശുദ്ധാത്മാ പറയൂ, ആ മകളെ, എന്നാൽ എൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു, നീ പ്രതീക്ഷിക്കാത്തത് കർത്താവ് നിനക്ക് കൈമാറിയിരിക്കുന്നു. നിൻ്റെ ജീവിതത്തിന് ടോട്ടലി ചേഞ്ച് വരുത്തുന്ന ഒരു ദൈവശക്തി നിൻ്റെ മേൽ വന്നിട്ടുണ്ട്. നീ പ്രതീക്ഷിക്കുന്നതല്ല ഇനിയുള്ള നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത്. കർത്താവിന് നിന്നെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ടെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. മരുഭൂമിക്കകത്തുനിന്ന് മുളച്ചു വരുന്നൊരു മുൾച്ചെടി പോലെ കർത്താവ് നിന്നെ ഉയർത്തും. അത് പൊളിയത്തില്ല, തകരത്തില്ല. പരിശുദ്ധാത്മാ പറയുന്നു, ചിലർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നിന്റെ മേൽ കർത്താവിൻ്റെ ഒരു അഭിഷേകം കിടക്കുക. ശക്തമായി പരിശുദ്ധാത്മാ പറയുന്നു, നീ കർത്താവിന് പ്രയോജനപ്പെടേണ്ട ഒരു കുഞ്ഞാ, പ്രയോജനപ്പെടേണ്ട കുഞ്ഞാ. നീ ഇന്ന് മുതൽ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ആമേൻ. നീ അധ്വാനിച്ചിട്ട് എത്താത്ത ഇടത്ത് പരിശുദ്ധാത്മാവ് നിന്നെ കയറ്റി നിർത്തും. ആത്മാവ് അങ്ങനെ ഒരു ദൂത് നിന്നോട് പറയാൻ പറയുന്നു. നീ കിണഞ്ഞു പരിശ്രമിച്ചാൽ എത്താത്ത ഇടത്ത് ദൈവാത്മാവ് നിന്നെ കയറ്റി നിർത്തും. റാം ഷേരി റഗൽക്കമനകടകസി. ആ കരത്തെ ഉയർത്തി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ ഇന്ന് രാത്രി സ്വീകരിച്ചോ. ഓ ഷാറാഥ. കർത്താവ്, ഞാൻ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൗണ്ടിനകത്ത് സ്വർഗം ചിലതിനെ തൊടുന്നതിനായി സ്തോത്രം. ആ മകളുടെ മേൽ ഇന്നൊരു രാത്രി ആ ഒരു ദൈവ സാന്നിധ്യത്തെ ആമേൻ മരുഭൂമിയുടെ അകത്തും വളരുവാൻ തക്കവണ്ണം ആ മഹത്വത്തിന്റെ സാന്നിധ്യത്തെ ആ മകളുടെ മേൽ പകരട്ടെ. യെസ്. ഇരിക്കുന്ന മോളെ പരിശുദ്ധാത്മാവ് കാണുവാണ്. ഒരഭിഷേകത്തെ നിന്റെ മേൽ ഇട്ടിട്ടുണ്ട് ദൈവം. അത് മുറിക്കകത്ത് ഒതുങ്ങേണ്ട അഭിഷേകമല്ല. ആത്മാവ് ശക്തിയോട് നിന്നോട് പറയാൻ പറയുന്നു, മുറിക്കകത്ത് ഒതുങ്ങേണ്ടതല്ല. ദേശങ്ങൾക്ക് വെളിച്ചമാകേണ്ട ഒരു തേജസ് നിന്റെ മേൽ കിടക്കുക. ഹോളി സ്പിരിറ്റ്, നീ ഒതുങ്ങിയാലും ഒതുങ്ങാൻ പറ്റത്തില്ല. പിടിച്ചൊതുക്കിയാലും ഒതുക്കാൻ പറ്റാത്ത തലത്തിൽ ശക്തമായി പരിശുദ്ധാത്മാ പറയുന്നു, ഈ ഒരു സമയം കഴിയുമ്പോൾ നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ ദൈവം പുറത്തു കൊണ്ടുവരും. വാവ്. അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ യൗവനക്കാരികളുടെ ഇടയിൽ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. യെസ് യെസ് യെസ്. Receive the fire of God. കഥയുടെ മഹത്വത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി മകളിൽ ചലിക്കട്ടെ. പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ വഴിതെറ്റിപ്പോകുന്ന യൗവനക്കാരെ ക്രിസ്തുവിങ്കലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സ്വർഗം നിന്നെ തൊട്ടിരിക്കുക. കർത്താവ് ഇതിനകത്ത് ഒത്തിരി പ്രിയപ്പെട്ടവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അവർ വിളക്കായി മാറണം. വീടിന് പ്രകാശിക്കേണ്ടവർ മാത്രമല്ല, ദേശങ്ങൾക്ക് പ്രകാശിക്കേണ്ടവർ മാത്രമല്ല, കർത്താവ് പട്ടണങ്ങൾക്കും രാജ്യത്തിനും പ്രകാശമാകേണ്ടവർ ഇതിനകത്തൊന്ന് എഴുന്നേൽക്കട്ടെ. സ്വർഗം അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ പോകിയാൽ നന്ദി.
സമസ്തം അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. കരം തട്ടിയ ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഓ ജീസസിനെ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. നാം നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ രാത്രി ഈ ദേശത്തോട്, ഈ ജനത്തോട്, കുടുംബങ്ങളോട്, സമൂഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞൊരൊറ്റ കാര്യം: നീ വിളക്കാകണം. നിന്റെ കുടുംബത്തിലെ ഇരുട്ട് മാറണം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഇരുട്ട് മാറണം. നീ നല്ല വിളക്കായി, നീ നിന്നെ തന്നെ കത്തിക്കുന്ന, നീ നിന്നെ തന്നെ പ്രകാശിപ്പിക്കുന്ന ഒരു വിളക്കായി നിന്റെ കുടുംബത്തിൽ, തലമുറയിൽ, ദേശത്തിൽ, കുടുംബത്തിലൊക്കെ വിളക്കായി മാറുമ്പോൾ ആമേൻ, ആ കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ മേൽ വെളിപ്പെടും. ഇന്ന് രാത്രി അത് പ്രാപിച്ച പ്രിയപ്പെട്ടവർക്കായി, ഈ ദേശത്തിലെ മുഴുവൻ യൗവനക്കാർക്കായി, ഈ ദേശത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കായി, മാതാപിതാക്കൾക്കായി, ആമേൻ, നഷ്ടപ്പെട്ടവരുണ്ട്, കരയുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്. പക്ഷെ അവരോടാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് അഭിഷക്തനിലൂടെ വിളിച്ചു പറഞ്ഞത്: നീ വിളക്കായാൽ മാത്രം മതി. ഈ രാത്രി ആ വിളക്ക് ശോഭിക്കുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത് പോയി തിരിച്ചു കിട്ടട്ടെ. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നിനക്ക് ലഭിക്കട്ടെ. അതിനായി നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഈ 4 രാത്രിയോടും ഈ 4 ദിവസവും ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നു, ഈ ദേശത്തോട് കൂടെ ഇരുന്നു. ഒരനർത്ഥം സംഭവിക്കാതെ, ആമേൻ, ഒരു പ്രതികൂലമുണ്ടാകാതെ മുഴുവൻ കുടുംബങ്ങളെയും കർത്താവ് പരിപാലിച്ചു. അനേക പ്രിയപ്പെട്ടവരെ ഈ ഗ്രൗണ്ടിലേക്ക് ദൈവം കൊണ്ടുവന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് ഈ ശബ്ദം ശ്രവിപ്പാൻ ഇടയായി. 4 അഭിഷക്തന്മാർ, 3 അഭിഷക്തന്മാർ, ഒരു ദൈവദാസിയും ചേർന്ന് ഇവിടെ നിന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ദേശത്ത് വിതയ്ക്കുകയുണ്ടായി. അത് 100 മേനിയോളം ഫലം കായ്ക്കുവാൻ ഈ രാത്രി മുതൽ പരിശുദ്ധാത്മാവ് ഭവനങ്ങളോട് ഇടപെടട്ടെ. അവൻ ഭവനങ്ങളിൽ വസിക്കട്ടെ, വ്യക്തികളിൽ വസിക്കട്ടെ. അവൻ ശുശ്രൂഷിച്ച ദൈവദാസന്മാരോട് ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പാടിയ കുഞ്ഞുങ്ങൾ, ഉപകരണങ്ങൾ വായിച്ചതിന്റെ അഭിഷക്തന്മാർ, ഇതിനകത്ത് കൂടി വന്ന അഭിഷക്തന്മാർ, ദൈവസഭകൾ, ആമേൻ, വിശ്വാസി മക്കൾ, അതുപോലെ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ ശുഭ സ്റ്റീവൻ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല രാത്രി വേളയിൽ കർത്താവെ, അഭിഷക്തനിലൂടെ മാറ്റമില്ലാത്ത തിരുവചനം ദേശത്തോടും കർത്താവെ സഭയോടും വിളിച്ചു പറയുവാൻ സ്വർഗത്തിലെ ഉടയവൻ ഇടയാക്കിയ വൻകൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് രാത്രി കർത്താവെ ഈ ദേശത്തോട് മാറ്റമില്ലാത്ത തിരുവചനത്തെ വിതച്ചല്ലോ. കർത്താവെ, 4 ദിനങ്ങൾ കൊണ്ട് ഈ ദേശത്തിന്മേൽ വിതച്ച വിത്ത് അത് കർത്താവെ ഒരു വലിയ അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം വൃഥാ പോകുകയില്ല. കർത്താവെ, ഈ ദേശത്തിൽ വിതച്ച വിത്ത് അത് 30, 60, 100 മേനിയായി ഫലം തരുന്ന ദിനങ്ങൾ വേഗത്തിൽ വരാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് രാത്രി ഈ ദേശത്തെ കർത്താവ് വിടുവിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനേക ഹൃദയങ്ങളെ അവിടുന്ന് രൂപാന്തരം ഉണ്ടാക്കിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഭാരത്തോടെ, നിരാശയോടെ, വ്യാകുലതയോടെ ഭാരപ്പെട്ട വ്യക്തി ജീവിതങ്ങളുടെ മേൽ കർത്താവെ, ഇന്ന് രാത്രിയിലും കേൾക്കപ്പെട്ട വചനം അവിടെ ജീവിതത്തിന്മേൽ സന്തോഷവും ആനന്ദവുമാക്കി മാറ്റിയ വൻകൃപയ്ക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, കടന്നു വന്ന ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചതായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. ബലഹീനമായി ഇരിപ്പാനല്ല കർത്താവെ, ഒരു ശോഭിത പാത്രമായി പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് പകൽ രാത്രി വേളയിലും അഭിഷക്തനെ ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 4 ദിനങ്ങൾ അനുഗ്രഹമേറിയ തിരുവചനം ഈ ദേശത്തിൽ വിതച്ചത് കർത്താവ് വെറുതെ അല്ല. കർത്താവെ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ അറിയാത്ത, എൻ്റെ അരിമനാഥനെ അറിയാത്ത, ജീവന്റെ ഉടയവനായ ക്രിസ്തു ആരെന്ന് അറിയാതെ ഈ ദേശത്ത് കർത്താവെ ബന്ധിക്കപ്പെട്ട ജനം അറിയേണ്ടതിന് കർത്താവെ അങ്ങ് നാളുകൾ കർത്താവെ സ്തോത്രം ചെയ്യുകയാണ്. അഭിഷക്തന്മാരുടെ മാറ്റമില്ലാത്ത തിരുവചനത്തെ പ്രഘോഷിക്കുവാൻ അവിടുന്ന് ശക്തിയേരിച്ചല്ലോ, അയച്ചല്ലോ. കർത്താവെ, അങ്ങയുടെ ഹിതപ്രകാരം തന്നെ ഈ ദേശത്തിൽ മധ്യ വിതച്ച വിത്ത് കർത്താവെ അനുഗ്രഹമാക്കി മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വന്ന ജനത്തിന്മേലും അരിമനാഥൻ അത്ഭുതമേറിയ പ്രവൃത്തി കാണുവാൻ സ്വർഗം സഹായിച്ചല്ലോ. കർത്താവെ, അങ്ങ് ആത്മാവിൽ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ ഹിതം പോലെ കർത്താവെ ഈ അന്ത്യകാലത്ത് അനേകർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഫലങ്ങളാക്കി
ആക്കി അങ്ങ് മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അഭിഷേകത്തിന്റെ കുടുംബത്തെ ഉടവന്റെ തിരുകരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവെ അധികമായി കർത്താവെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരങ്ങളുടെ നടുവിൽ 10,000ങ്ങളുടെ നടുവിൽ മാറ്റമില്ലാത്ത തിരുവചനമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ഉടവൻ ഇടയാക്കുന്നതിന് പോകുന്നതിനായി സ്തോത്രം അങ്ങയുടെ തിരുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആത്മീകമായി, ഭൗതികമായി, ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി എല്ലാ മേഖലകളെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുപ്രവൃത്തി അയക്കും, അത്ഭുതത്തെ കാണുമാറാക്കും. മഹത്വം എല്ലാം ഉടയവൻ അങ്ങെടുക്കണം. യേശു കർത്താവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ സമാധാനവും നമ്മെ അനുദിനം ആശ്വസിപ്പിക്കുന്ന വഴി നടത്തുന്ന സംസർഗവും കാവൽ കൂട്ടായ്മ നാം പ്രാർത്ഥിച്ച സകല വിഷയത്തോടെ ഭൂലോകത്തെ സകല വിശുദ്ധന്മാരോടും ക്രിസ്തയേശുവിൻ്റെ 2ാം വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ചെയ്യുന്ന കർത്താവിനെ കരങ്ങൾ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം